ഇന്ന് ഒത്തിരി സിസ്റ്റേഴ്സ് പുതുതായിട്ട് വന്നിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും ജനങ്ങൾ കൈയടിച്ചൊരു സ്വാഗതം പറഞ്ഞു. വിശ്വാസിയായിരിക്കട്ടെ. നമ്മുടെ സഹോദരിമാർ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഏതായാലും ഒന്നും കൊണ്ടുവന്നില്ലെങ്കിൽ കുഞ്ഞാങ്ങളിലേക്ക് വന്നല്ലോ എന്ന് പറഞ്ഞ പോലെ ഇന്നെങ്കിലും വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ 2 ദിവസം വന്നവർ കൈപൊക്കിക്ക്, കൈ താത്തിക്ക്. ഇന്ന് ആദ്യമായിട്ട് വന്നവർക്ക് ഒരു കൈയ്യടി തരാം. ഒന്ന് കൈപൊക്കിക്ക്, ഒരു കൈയ്യടി കൊടുത്തല്ലേ കൈ. ഹല്ലേലൂയ. അത് ഏതാണ്ട് 10% പേര് പുതുതായിട്ട് വന്നിട്ടുണ്ട്. മറ്റവരുടെ ഇന്നലെ പല സ്ഥലത്തായിട്ടിരുന്നതാണ്. ഏതായിരുന്നാലും ഇന്ന് നാളെ നിങ്ങൾ അവരെ കൂടെ കൊണ്ടുവരുന്നുണ്ടോ? നാളെ കഴിഞ്ഞും സന്യാസ പൗരത്വ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകളും കൂടി ഇതിൻ്റെ അകത്തുണ്ടാവും, ദൈവവുടെയൊക്കെ ബന്ധപ്പെട്ട്. അപ്പോൾ അന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ലോക സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് കുടുംബമാണ്. വ്യക്തികൾ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് ഒരിക്കലും നല്ല വ്യക്തിത്വം, പേഴ്സണാലിറ്റി, നല്ല ക്യാരക്ടർ, സ്വഭാവം, അതൊന്നും രൂപവൽക്കരിക്കാൻ പറ്റില്ല. ഒരു വ്യക്തിക്കും സ്വന്തമായി നേടാൻ പറ്റില്ല. ഒരു വ്യക്തിത്വം എന്ന് പറയുന്ന പേഴ്സണാലിറ്റി, ക്യാരക്ടർ എന്ന് പറയുന്ന സ്വഭാവം, ഇംഗ്ലീഷിലാണ് ഞാൻ പറഞ്ഞത്, ആ സ്വഭാവം, ഇതിന്റെ രൂപവൽക്കരണം, ഇതിന്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് 2 തരത്തിലാണ് സംഭവിക്കുന്നത്. ഒന്ന്, പാരമ്പര്യമായിട്ട് നമ്മിലേക്ക് വരും, ഹെറിഡിറ്ററി എന്ന് പറയും, പാരമ്പര്യമായിട്ട് നമ്മിലേക്ക് വരും, അതാണ് അതിന്റെ അടിസ്ഥാനം. രണ്ടാമതായിട്ട് കുടുംബത്തിൽ നിന്ന് ആർജിക്കേണ്ടതാണ് ഈ വ്യക്തിയുടെ വ്യക്തിത്വവും ക്യാരക്ടറും. അടിസ്ഥാനപരമായി ഇത് കുടുംബത്തിലാണ് രൂപീകരിക്കപ്പെട്ടു വരേണ്ടത്. അപ്പൊ പാരമ്പര്യമായിട്ട് നമ്മിലേക്ക് നമ്മുടെ വ്യക്തിത്വം, രണ്ടാമത് നമ്മുടെ ക്യാരക്ടർ, ഇത് കൂടാതെ വേറെ 2 കൂടെ ഉണ്ട്. ഒന്ന് ടെമ്പറമെന്റ് എന്ന് പറയുന്ന പ്രകൃതി, മൂന്നാമത്തെ ഇമോഷണൽ സ്ട്രക്ചർ, വൈകാരിക ഘടന, നാലാമത്തേത്. ഈ 4 കാര്യങ്ങളുടെയും അടിസ്ഥാന ഭാവം നമ്മിലുള്ളത് പാരമ്പര്യമായിട്ട് വന്നതാണ്. അപ്പനിലൂടെ, അമ്മയിലൂടെ, അവരുടെ ജീനുകളിലൂടെ നമ്മിലേക്ക് വന്നിരിക്കുന്നതാണ്. അത് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, ജീനുകൾക്ക് മാറ്റം വരുത്താൻ ഇതുവരെ വൈദ്യശാസ്ത്രത്തിന് പറ്റിയിട്ടില്ല. ഇപ്പോൾ DNA ഡീകോഡിംഗ് നടന്നതിന് ശേഷം ചില കാര്യങ്ങൾക്ക് മാറ്റം വരുത്താൻ പറ്റുമെന്നും പറഞ്ഞ് വൈദ്യശാസ്ത്രം ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിലും പൂർണ്ണമായി വിജയിച്ചതായി ഇതുവരെ റിപ്പോർട്ട് വന്നിട്ടില്ല. DNA ഡീകോഡിംഗ് നടന്നു. അത് മുഴുവൻ മനസ്സിലായില്ലെങ്കിലും വിദ്യാഭ്യാസമുള്ളവർക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അതോടുകൂടി നമ്മുടെ ഈ ജീനുകളിലൂടെ വരുന്ന പാരമ്പര്യ ഗുണങ്ങളെയൊക്കെ തിരുത്താനൊക്കെ പറ്റുമെന്ന് പറയുന്നു, വൈകല്യത്തിലൂടെ തിരുത്താൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാനൊരു കാര്യം തിരിച്ചറിഞ്ഞു, പാരമ്പര്യമായിട്ട് നമ്മിലേക്ക് വരുന്ന ചില വൈകല്യങ്ങളെ തിരുത്താനായിട്ട് തമ്പുരാന് പറ്റും. പക്ഷേ തമ്പുരാൻ ആ കൃപ കൊടുക്കണമെങ്കിൽ, കൊടുക്കുമ്പോൾ അയാൾ സഹകരിക്കണം, അയാളെ സഹായിക്കേണ്ട കുടുംബം സഹകരിക്കണം. അയാള് സഹകരിക്കണം, അയാളെ സഹായിക്കേണ്ട കുടുംബം സഹായിക്കണം. അയാൾ തമ്പുരാനോട് സഹകരിക്കണം. അയാൾ തമ്പുരാനോട് സഹകരിക്കാൻ വേണ്ടി അയാളെ പ്രേരിപ്പിച്ച് കൂട്ടി നിന്ന് പ്രാർത്ഥിച്ച് ഒരുക്കേണ്ടത് കുടുംബമാണ്. അപ്പനമ്മ, സഹോദരങ്ങൾ, ബന്ധുക്കൾ, അവരൊക്കെയാണ്. അവരെയൊക്കെ നേതൃത്വം കൊടുക്കാനാണ് അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ ഉള്ളത്, ഇങ്ങനെ അവരെ വിശുദ്ധീകരിച്ചെടുക്കാൻ വേണ്ടി. അപ്പൊ പാരമ്പര്യമായിട്ട് വരുന്നതിനെ തിരുത്താൻ പറ്റും. നമ്മുടെ ബുദ്ധി കൊണ്ടും കഴിവുകൊണ്ടും മെഡിസിൻ കൊണ്ടും മരുന്ന് കൊണ്ടും വൈദ്യശാസ്ത്രത്തിന്റെ സഹായം കൊണ്ടും അത് തിരുത്താൻ പറ്റില്ല. പക്ഷെ തമ്പുരാന്റെ കൃപ കൊണ്ടത് പറ്റും. ആർജിച്ചെടുക്കേണ്ട കാര്യങ്ങൾ അടിസ്ഥാനപരമായി കിട്ടുന്നത് കുടുംബത്തിലാണ്. കുടുംബത്തിൽ നിന്നാണ് അത് വരേണ്ടത്. അപ്പോ അഭിമന്യ പിതാക്കന്മാര് പറഞ്ഞതിനോടുള്ള പ്രായോഗിക മേഖലയിലെ തർക്കവിതർക്കങ്ങൾ അവിടെ നിൽക്കട്ടെ. ഒരു കാര്യം ഇപ്പോൾ ഞാൻ ഉറപ്പിച്ച് പറയും, അന്ന് അഭിമന്യ പിതാക്കന്മാര് പറഞ്ഞത് പരിശുദ്ധമായ സന്ദേശമാണ്. നവീകരണം ആരംഭിക്കേണ്ട കുടുംബത്തിലാണ്. കാര്യം എന്താണ്? എവിടുന്ന മാർപ്പാപ്പ വന്നത്? കുടുംബത്തിൽ നിന്ന്. എവിടുന്ന മെത്രാമാര് വരുന്നത്? കുടുംബത്തിൽ നിന്ന്. എവിടുന്ന് അച്ഛന്മാര് വരുന്നത്? കുടുംബത്തിൽ നിന്ന്. എവിടുന്ന സിസ്റ്റേഴ്സ് വരുന്നത്? കുടുംബത്തിൽ നിന്ന്. നല്ല ദമ്പതിമാര് എവിടുന്ന് വരുന്നത്? കുടുംബത്തിൽ നിന്ന്. അതായത് കുടുംബത്തിൽ ജലദോഷം ഉണ്ടെങ്കിൽ ആ കുടുംബത്തിലെ അച്ഛൻ തുമ്മുകയും ചീറ്റുകയും ചെയ്യും. കുടുംബത്തിൽ ജലദോഷം ഉണ്ടെങ്കിൽ കന്യാസ്ത്രീ തുമ്മും ചീറ്റുകയും ചെയ്തുകൊണ്ടിരിക്കും. ഇത് സത്യമാണ്. ഇന്നലെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു, നിങ്ങളോട് ചേർന്ന് നിന്ന് അതൊക്കെ പറഞ്ഞേക്കാം. ഞാൻ പറഞ്ഞല്ലോ, അയോഗ്യതയുടെ കൂദാശ സ്വീകരിച്ചാലുള്ള കുഴപ്പം എന്താണെന്നല്ല ഞാൻ പറഞ്ഞു. പൗരോഹിത്യ പട്ടമോ സന്യാസമൃത വാഗ്ദാനമോ അല്ലെങ്കിൽ വിവാഹ കൂദാശയോ സ്വീകരിക്കുന്നത് പാപത്തോടെയാണെങ്കിൽ ആ 3 ജീവിതാന്തസ്സുകളിലൂടെ കിട്ടേണ്ട വരങ്ങൾ അവർക്ക് കിട്ടാതെ പോകും.
3 അടിസ്ഥാന വരങ്ങളുണ്ട്. പൗരോഹിത്യ വരം, സന്യാസവരം, കുടുംബജീവിത വരം. ഇതാണ് അടിസ്ഥാന വരങ്ങൾ. ബാക്കി 9 വരങ്ങളുണ്ടോ, അത് സഹായക വരങ്ങൾ എന്ന് പറയും. ഓക്സിലറി ഗിഫ്റ്റ്സ്: ജ്ഞാനത്തിന്റെ വചനം, അറിവിന്റെ വചനം, രോഗശാന്തി വരം, അത്ഭുത പ്രവർത്തന വരം, പ്രവചനവരം, ഭാഷാവരം, വ്യാഖ്യാനവരം, വിവേചനം തുടങ്ങി 9 വരങ്ങൾ സഹായക വരങ്ങൾ, ഓക്സിലറി ഗിഫ്റ്റ്സ്. ഓക്സിലറി ഗിഫ്റ്റ്സ് എന്ന് പറയും സഹായക വരങ്ങൾ. എന്നാൽ അടിസ്ഥാന വരങ്ങൾ കുടുംബജീവിതം, സന്യാസം, പൗരോഹിത്യം. അതിനെക്കുറിച്ച് നമ്മൾ കുറച്ചും കൂടി ഗൗരവമായിട്ട് നാളെയോ ഞായറാഴ്ച ആയിരിക്കും, ഞായറാഴ്ച പഠിക്കുമെന്ന് എനിക്ക് തോന്നുന്നു, സമയം കിട്ടുന്നതനുസരിച്ച്. ഈ അടിസ്ഥാന മേഖലയില് ഇത് പൗരോഹിത്യ പട്ട സ്വീകരണത്തിലൂടെ വരം കിട്ടും. സന്യാസ വ്രതവാഗ്ദാനം, സന്യാസ വ്രതം വരം കിട്ടും. വിവാഹ ഉദാശയുടെ കുടുംബജീവിതത്തിന്റെ വരം കിട്ടും. ഇവിടെയാണ് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം അറിയേണ്ടത്. ഒരു പുരോഹിതൻ യോഗ്യതയോടെ ആ പൗരോഹിത്യ പട്ടം സ്വീകരിച്ചില്ലെങ്കിൽ ആ പുരോഹിതന്റെ പൗരോഹിത്യ ജീവിതത്തിന്റെ അടിത്തറ ഇളകിപ്പോകും. ഒത്തിരി കാര്യങ്ങൾ അതിൽ കിടപ്പുണ്ടെങ്കിലും ഇനി പറയാൻ പോകുന്നത് ഒരു ഉദാഹരണമാണ് അച്ഛന്റെ അനുഭവത്തോടെ. ഞാനൊരിക്കലും ബോംബെ ധ്യാന കേന്ദ്രത്തിൽ, അത് ഞാൻ 11 വർഷം ബോംബെ ധ്യാന കേന്ദ്രത്തിൽ, 1990-96 വരെ പോട്ട ധ്യാന കേന്ദ്രത്തിൽ, 96 മുതൽ 2007 വരെ ബോംബെ താബോർ ധ്യാന കേന്ദ്രം 11 വർഷം. അത് കഴിഞ്ഞൊരു 3 വർഷം ഡൽഹി ഫരീദാബാദ് ധ്യാന കേന്ദ്രം, ഇപ്പോൾ ഇവിടെ മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രം വന്നിട്ട് ഇപ്പോൾ 6 വർഷം. അപ്പൊ ഞാൻ ബോംബെയിലേക്ക് ട്രെയിനിൽ പോകുന്ന വഴിക്ക് എൻ്റെ മുമ്പിൽ ഒരാൾ ഇരിപ്പുണ്ട്. വല്ലാതെ കരഞ്ഞു കലങ്ങിയ കണ്ണും പാറി പറന്ന മുടിയും, ഇങ്ങനെ വേർപ്പൊഴുകുന്ന ഒരു മുഖം, ഒരു ടീഷർട്ടും ജീൻസും ധരിച്ചിട്ടുണ്ട്. സൈഡിൽ ഇങ്ങനെ ഒരു ചെറിയ തുണിസഞ്ചി ഇങ്ങനെ ചുരുട്ടിക്കുട്ടി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ തലയിൽ കൈ കൊടുത്ത് ഇങ്ങനെ കുനിഞ്ഞിരിപ്പുണ്ട്. അവിടെ കണ്ണിൽ കൂടെ ചിലപ്പോൾ കണ്ണീർ ഒഴുകുന്നുണ്ട്. ഞാൻ രഹസ്യമായാണ് നിരീക്ഷിച്ചെങ്കിലും ഞാൻ അന്വേഷിക്കാനൊന്നും പോയില്ല. ഞാനൊരു 10-15 ട്രെയിനിൽ കയറി 5 മണിയായപ്പം ഏതോ ഒരു സ്റ്റേഷനിൽ വണ്ടി നിർത്തിയപ്പോൾ ആൾക്കാർ ഭക്ഷണത്തിന് ഇറങ്ങിയപ്പം അദ്ദേഹം അടുത്ത് എൻ്റെ അടുത്ത് വന്നിരുന്ന് എന്നോട് ചോദിച്ചു, അച്ഛനാണോ എന്ന് ചോദിച്ചു. അപ്പൊ പെട്ടെന്ന് ഞാൻ പറഞ്ഞു, അതെ ഞാൻ അച്ഛനാണ്. ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലുന്ന ബൈബിൾ വായിക്കുന്ന കൊന്ത ഇതുകൊണ്ട് അദ്ദേഹം കണ്ടു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ പേര്? അപ്പൊ ഇങ്ങനെ എൻ്റെ നേരെ നോക്കി എന്ത് ചെയ്യുന്നു എന്ന് രണ്ടാമത്തെ ചോദിച്ചു. ആദ്യത്തെ ഉത്തരം കിട്ടാറുണ്ട്. അപ്പോൾ കൈകൊണ്ട് എൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ പുറത്ത് പിടിച്ചിട്ട് എൻ്റെ തോളിലേക്ക് ചാരി പൊട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാനൊരു പുരോഹിതനാണ്. കേരളത്തിൽ ഒരു രൂപതയിലെ പുരോഹിതനാണ്. അദ്ദേഹം 8 വർഷമായ വൈദികനായിട്ട് ബ്രഹ്മചര്യ വ്രത ലംഘനമൊന്നും ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത പുണ്യപ്പെട്ട ഒരു പുരോഹിതൻ. വളരെ മാന്യമായ പെരുമാറ്റവും എല്ലാവരോടും ശാന്തമായി പെരുമാറാൻ പറ്റിയ ശാന്ത സ്വഭാവക്കാരൻ. ദൗത്യ നിർവഹണത്തിൽ അങ്ങേയറ്റം ആത്മാർത്ഥത പുലർത്തുന്ന ഒരു നല്ല വൈദികൻ. പക്ഷേ സന്തോഷമില്ല, സമാധാനമില്ല, കുർബാന അർപ്പിക്കാനും പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. എന്തൊക്കെയോ പ്രയാസം കൊണ്ട് വീർപ്പുമുട്ടി പിതാവിനോട് പറഞ്ഞു, എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, ഇവിടെ ഞാൻ പോവുകയാണ് എന്ന് ഫോൺ വിളിച്ച് പറഞ്ഞിട്ട് ഒരു കുറിപ്പെഴുതി മേശപ്പുറത്ത് വെച്ചിട്ട് അദ്ദേഹം റെയിൽവേ സ്റ്റേഷൻ വന്ന് ട്രെയിൻ കയറി ബോംബെക്ക്. എങ്ങോട്ടാണെന്ന് യാതൊരു ചിന്തയും. അങ്ങനെയാണ് എൻ്റെ മുമ്പിൽ വന്നിരുന്നത്. തമ്പുരാൻ പദ്ധതി നോക്കണം. ഞാൻ കാര്യങ്ങൾ ചോദിച്ചു വന്നു. ചുരുക്കി പറയട്ടെ, അച്ഛൻ്റെ അപ്പൻ മദ്യം, മയക്കുമരുന്ന് ഇവയ്ക്ക് അടിമയായ മൃഗത്തെക്കാളും മോശം സ്വഭാവമുള്ള ഒരു പുരുഷനാണ്. അമ്മയാകട്ടെ പവിത്രമായ വ്യക്തിത്വവും വിശുദ്ധിയും നൈർമല്യമുള്ള ഒരു പുണ്യാളത്തെയാണ്. അതുകൊണ്ടാണ് ഈ മകനെ ദൈവവിളി കിട്ടിയത്. ഒരു പെങ്ങള് കന്യാസ്ത്രീയുണ്ട്. അമ്മയുടെ വിശുദ്ധി മൂലം മകനെ ദൈവവിളി കിട്ടി. ഈ അപ്പന്റെ ക്രൂരത എന്താണെന്ന് ചോദിച്ചാൽ, മക്കളുടെ മുമ്പിലിട്ട് അമ്മയെ മർദ്ദിക്കുമെന്ന് മാത്രമല്ല, വസ്ത്രമൊക്കെ പറിച്ചു കളയും. സെമിനാരിയിലായിരുന്ന ഈ വൈദികൻ, സെമിനാരിക്കാരായിരുന്ന കാലത്ത് ഈ ചമ്മാച്ചന്റെ മുറിയിലേക്ക് കന്യാസ്ത്രീയാകാൻ പഠിക്കുന്ന പെൺകുട്ടികൾ കയറി വന്ന സമയത്ത് അമ്മയെ പിടിച്ച് മുറിക്കകത്തോട്ട് കയറ്റിയിട്ട് വാതിലടച്ച് കുറ്റിയിട്ട് വാതിൽക്ക് നിന്നിട്ട് അമ്മയെ പൂർണ്ണ നഗ്നയാക്കി പീഡിപ്പിക്കാൻ തുടങ്ങി. അന്ന് ഈ ചമ്മാച്ചന്റെ മനസ്സിൽ ശപിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ ഒരു വെറുപ്പം വന്ന് കയറി. അപ്പനെ മനസ്സുകൊണ്ട് അങ്ങ് വെറുത്തു. ഒരു മക്കളും ഒരിക്കലും കാണാൻ പാടില്ലാത്ത ഒരു കാഴ്ച കണ്ടു. ഒരു അപ്പൻ പിശാചിന്റെ വേഷം ധരിച്ച് നിൽക്കുന്ന കാഴ്ചയിൽ മകന്റെ വായിൽ നിന്ന്, മനസ്സിൽ നിന്ന് ഒരു ശാപവാക്ക് പുറത്തിയാടി. വെറുപ്പ്, ക്രൂരമായിട്ടുള്ള
ഒരു വാക്ക് വന്നു. ഈ ആങ്ങളെയും പെങ്ങളും കൂടി ഭിത്തിയോട് ചേർന്ന് തോളി കൈയിട്ട് ആ ഭിത്തിയോട് ചേർന്ന് നിന്ന് തല ഭിത്തി കെട്ടിടിച്ച് പൊട്ടിക്കരഞ്ഞു. മയക്കുമരുന്ന് കഴിച്ചു കഴിയുമ്പോൾ മനുഷ്യത്വം നഷ്ടപ്പെടുന്ന ആ അപ്പൻ, മദ്യം കഴിച്ചു കഴിയുമ്പോൾ മനുഷ്യത്വം നഷ്ടപ്പെടുന്ന ഈ അപ്പൻ. ഇവിടെയാണ് ഞാൻ ഇന്നലെ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത്. പ്രിയപ്പെട്ട, മദ്യവുമായി ബന്ധപ്പെട്ട ബിസിനസ്സിലൂടെ പണമുണ്ടാക്കുന്ന ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയാം, ഇവൻ മദ്യപിച്ചിട്ട് ചെയ്ത ഈ ക്രൂരമായ പൈശാചികമായ നടപടിയുടെ പാപത്തിന്റെ ഫലമായ ശാപം ഈ മദ്യം ഉണ്ടാക്കിയവനും വിളമ്പിക്കൊടുത്തവനും തീർച്ചയായിട്ടും ഉണ്ടാകും. ഇവന്റെ മേലുള്ള പാപത്തിന്റെ ദുരന്തഫലം ഈ മദ്യ വ്യവസായത്തിൽ ഏർപ്പെട്ടവന്റെ കുടുംബത്തിൽ പോയി വീഴും. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ശക്തമായിട്ട് അത്രയും കാര്യമായിട്ട് പറഞ്ഞത്. ഇത് ഞാന് ഈ അബ്കാരി മേഖലയിലേക്ക് ഉണ്ടായിരുന്ന, ബാർ മേഖലയിലേക്ക് ഉണ്ടായിരുന്ന ഒരു വൻ സംഘം രാഷ്ട്രീയത്തിലുള്ളവര് ധ്യാനിക്കാൻ വന്നപ്പോൾ ഞാൻ പച്ചയ്ക്ക് തുറന്നു പറഞ്ഞു. അവരോട് നേരിട്ട് ഞാൻ പറഞ്ഞു, എന്റെ ശരീരത്തിൽ ജീവനുള്ളത്തോളം കാലം എനിക്ക് മിണ്ടാൻ പറ്റുന്നിടത്തോളം ഞാനിത് പറയും. കാരണം മദ്യപാനം മൂലം നശിച്ചു പോയ ആയിരക്കണക്കിന് ആൾക്കാരെ കണ്ട നൊമ്പരം എന്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അതൊക്കെ ഞാൻ പ്രാർത്ഥനയെ സമർപ്പിച്ചു. പക്ഷെ ഇത് നൊമ്പരം നമ്പരം ആക്കി ഇട്ടിട്ടുണ്ട്. അത് പറയാൻ വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ചെറുപ്പക്കാരൻ സെമിനാരി പഠനം തുടർന്നു അച്ഛനായി. പക്ഷേ പൗരോഹിത്യ പട്ടം സ്വീകരിച്ചപ്പോൾ അപ്പനോടുള്ള വെറുപ്പിൽ നിന്ന് മകൻ മോചനം പ്രാപിച്ചില്ല. അപ്പൊ ഞാൻ ഈ ബോംബെയിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ 2-3 ആഴ്ച ഞാനും കൂടി, പിന്നെ 1 മാസം മുഴുവൻ നേരവും പള്ളിയിലിരുന്ന് പരിശുദ്ധ കുർബാനയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവവിളിയിൽ ഒരു ക്രൈസിസ് ഉണ്ടായാൽ, കുടുംബജീവിതത്തിൽ ഒരു ക്രൈസിസ്, ഒരു വലിയ സംഘർഷം ഉണ്ടായാൽ, നിങ്ങൾ ആദ്യം പോകേണ്ടത് ലോകത്തിലേക്കല്ല, തമ്പുരാന്റെ പക്കലേക്ക് പോകും. ഒരു പള്ളിയിലേക്ക് പോകും, കത്തോലിക്ക പള്ളിയിലേക്ക് പോകും. പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്നതോ പരിശുദ്ധ കുർബാന സക്രായ സൂക്ഷിച്ച പള്ളിയിലേക്ക് പോകും. അവിടെ പോയിരിക്കുക. നിങ്ങൾക്ക് പറയാനുള്ളതല്ല ഈശോയോട് പറ. ചങ്ക് പൊട്ടി കരഞ്ഞു പറഞ്ഞോ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, കുരിശെടുത്ത് വരുത്തി പിടിച്ച് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നിങ്ങൾ കാണും. ഈ അച്ഛൻ 3 ആഴ്ച ധ്യാനം കൂടി കഴിഞ്ഞ് അച്ഛൻ എന്നോട് എല്ലാം തുറന്നു പറഞ്ഞു. അപ്പന് നിരുപാധികം മാപ്പ് കൊടുക്കുന്ന പ്രാർത്ഥന, ആന്തരിക പ്രാർത്ഥന അവസരത്തിൽ 3 ആഴ്ച നടത്തി. അത് കഴിഞ്ഞ് ഈ അച്ഛൻ 1 മാസം മുഴുവനും പൂർണ്ണോപവാസത്തിലായിരുന്നു. 1 നേരം കഴിക്കുള്ളൂ ഭക്ഷണം. പള്ളിയിലേക്ക് രാവിലെ ചെന്നാൽ ഒരു 4 മണിക്ക് പള്ളിയിൽ ചെല്ലും. ഞാൻ കാപ്പൂടി രാവിലെ പ്രഭാത പ്രാർത്ഥനകൾ ടീമങ്ങൾ ചെല്ലുമ്പോൾ ഈ അച്ഛൻ അവിടെ ഉണ്ടാവും. കാപ്പൂടിക്കാൻ വരുമ്പോൾ വന്നിട്ട് അല്പം വെള്ളം കുടിക്കും. ഉച്ചയ്ക്ക് 1 ഗ്ലാസ് കഞ്ഞിവെള്ളം കുടിക്കും. 4 മണിക്ക് ഒരു ചായ കുടിക്കും. രാത്രിയിൽ കഞ്ഞി കുടിക്കും. ഇതാണ് ഭക്ഷണം. 1 മാസം മുഴുവനും. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ പുരോഹിതന്റെ മുഖത്തിന്റെ നിറം പോലും മാറി, സ്വഭാവം മാറി, പുഞ്ചിരിക്കുന്ന മുഖം. എന്നിട്ട് പെങ്ങള് കന്യാസ്ത്രീയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ വന്ന് നീ ഒരു ധ്യാനം കൂടണം. അത് നിർമ്മലയായ ഒരു കന്യാസ്ത്രീ, വളരെയേറെ വിശ്വസിച്ച ഒരു കന്യാസ്ത്രീ. പക്ഷേ ഈ വൈദികൻ എന്നോട് പറഞ്ഞാൽ ഓർക്കുകയാണ്, അച്ഛൻ എന്നോട് പറഞ്ഞില്ലേ പെങ്ങളെ വിളിച്ചൊന്ന് പറയാൻ, ഇവിടെ വന്നൊരു ധ്യാനം കൂടാൻ. ഞാൻ വിളിച്ചപ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, കോൺവെന്റിൽ നിന്ന് പോകാൻ തീരുമാനമെടുത്ത് അധികാരികളോട് പറയാൻ പോകുന്നതിന് തൊട്ടു മുമ്പാണ് പെങ്ങൾക്ക് ഫോൺ കിട്ടുന്ന ആങ്ങളയിൽ നിന്ന് ഇവിടെ വന്നൊരു ധ്യാനം കൂടാൻ തീരുമാനം മാറ്റി വെച്ചിരിക്കുക. ആ പെങ്ങള് ബോംബെയിൽ നിന്ന് ധ്യാനം കൂടാൻ അധികാരികൾ അനുവദിച്ചില്ല. പക്ഷെ ഒരു ധ്യാന കേന്ദ്രത്തിൽ ഞാൻ പറഞ്ഞു വിട്ടു. അവിടെയുള്ള ഒരു CL സിസ്റ്ററുടെ അടുത്തേക്ക് ഞാൻ പറഞ്ഞു വിട്ടു. അവിടെ കൗൺസിലിംഗ് നടത്തി. ആ സന്യാസിനി എന്ന് ആ സഭയിലുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ വൈദികൻ എന്ന് കേരളത്തിലുണ്ട്. അതിവിശിഷ്ടമായിട്ടുള്ള ശുശ്രൂഷ എന്ന പുണ്യപ്പെട്ട പുരോഹിതനായി കഴിയുന്നു. അപ്പോ ഒരു പുരോഹിതന്റെ പൗരോഹിത്യത്തിന്റെ അടിത്തറ ഇളകിയത് എവിടുന്ന? പട്ടസ്വീകരണത്തിന് അന്ന് വരം കിട്ടാതെ പോയത് എന്തുകൊണ്ടാണ്? ഈ വരാഭിഷേകം നഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണ്? കുടുംബത്തെ കിടക്കുക അതിന്റെ തിന്മയുടെ വേര്. അതായത് വിശുദ്ധരായ മെത്രാന്മാരും വിശുദ്ധരായ മാർപ്പാപ്പായും വിശുദ്ധരായ വൈദികരും വിശുദ്ധരായ കന്യാസ്ത്രീകളും ഉണ്ടാകണമെങ്കിൽ വിശുദ്ധ കുടുംബങ്ങൾ ഉണ്ടാകണം. ഞാൻ പറഞ്ഞില്ലേ, ലോക സമൂഹത്തിന്റെ ഈ തറവാടിന്റെ അടിസ്ഥാന ഈ കുടുംബത്തിലെ കിടക്കുക. അപ്പൊ കുടുംബ നവീകരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. തമ്പുരാൻ എന്നെ പീഡിപ്പിക്കുന്നത് പോലെ എനിക്ക് സന്ദേശം തന്നുകൊണ്ടിരിക്കുന്നത്. കുടുംബ നവീകരണത്തിൽ മാത്രം ശ്രദ്ധിക്കുക, കുടുംബ നവീകരണം മാത്രം നോക്കുക. അവിടെ വെച്ചാണ് കർത്താവ് എനിക്ക് മറ്റൊരു വിഷയം തന്നത്, കുടുംബ വൃക്ഷ വിശുദ്ധീകരണ ധ്യാനം എന്ന് പറയുന്ന ഒരു വിഷയം. കുടുംബം ഉണ്ട്, അപ്പൻ അമ്മ മക്കൾ, അതാ കുടുംബം. കുടുംബ വൃക്ഷം എന്ന് പറയുന്നത് അപ്പൻ അമ്മ മക്കൾ. അപ്പന്റെ മാതാപിതാക്കൾ, അമ്മയുടെ മാതാപിതാക്കൾ, അവരുടെ വന്ന മക്കൾ, 2ാം തലമുറ. അപ്പന്റെ മാതാപിതാക്കൾ, അപ്പന്റെ അമ്മയുടെ
പിടിക്കും. അതിനെക്കുറിച്ചൊന്നും ഭയപ്പെടേണ്ട. അതൊക്കെ ദൈവത്തിൻ്റെ ശുശ്രൂഷ നടക്കും. പിശാചിൻ്റെ കളിയും കളിക്കും. അത് സൗണ്ട് ഓപ്പറേറ്റേഴ്സിൻ്റെ കുഴപ്പമൊന്നുമല്ല, സൗണ്ട് സിസ്റ്റത്തിൻ്റെ കുഴപ്പമില്ല. ഇങ്ങനെ ഓരോരോ പീഡയും വന്നുകൊണ്ടിരിക്കും. സൗണ്ട് നല്ല സൗണ്ടാണ്, സൗണ്ട് സിസ്റ്റത്തിൻ്റെ കുഴപ്പമല്ല. ഇത് ഇങ്ങനെ ഓരോ പീഡകളും വന്നുകൊണ്ടിരിക്കും. അത് മൈൻഡ് ചെയ്യേണ്ട. നമ്മൾ അതിന് അപ്പുറത്തേക്ക് ശുശ്രൂഷയിലേക്ക് പോയാൽ മതി. പ്രിയപ്പെട്ടവരെ, അപ്പൻ, അമ്മ, മക്കൾ ഒന്നാം തലമുറ. അപ്പൻ്റെ മാതാപിതാക്കൾ, അമ്മയുടെ മാതാപിതാക്കൾ, അവരുടെ വന്ന മക്കൾ രണ്ടാം തലമുറ. അപ്പൻ്റെ മാതാപിതാക്കൾ, അപ്പൻ്റെ അമ്മയുടെ മാതാപിതാക്കൾ, അമ്മയുടെ അപ്പൻ്റെ മാതാപിതാക്കൾ, അമ്മയുടെ അമ്മയുടെ മാതാപിതാക്കൾ, അവരുടെ മക്കൾ മൂന്നാം തലമുറ. അങ്ങനെ 3-4 തലമുറ വരെ എടുക്കുക. എന്താ 4 തലമുറ? പുറപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് 3-4 തലമുറ വരെ ശിക്ഷിക്കും എന്ന് പറയുന്ന വചനത്തിൽ നിന്നല്ല ഈ 3-4 തലമുറ എടുത്തത്. നമ്മുടെ രക്തബന്ധത്തിന്റെ കട്ടി പറയുന്ന അവിടം വരെ എടുക്കുക എന്നാണ് അതിന്റെ അർത്ഥം. മനഃശാസ്ത്രപരമായും ബയോളജിക്കലായിട്ടും ജൈവശാസ്ത്രപരമായിട്ടും ഇത് ശരിയാണ്. പിന്നെ സോഷ്യോളജിക്കലായിട്ട് സാമൂഹ്യ ശാസ്ത്രപരമായി ശരിയാണ്. ഒരു 2-3-4 തലമുറ എടുക്കുക. ഈ തലമുറകളിലെ ശാഖോപശാഖകളെല്ലാം കൂടെ കൂടിയതാണ് കുടുംബവൃക്ഷം, ഫാമിലി ട്രീ. അപ്പൊ ഇവിടെ കുടുംബ നവീകരണത്തിന്റെ 2ാം ഘട്ടം കുടുംബവൃക്ഷ വിശുദ്ധീകരണ ധ്യാനമാണ്. അതാണ് നാളെ വൈകുന്നേരത്തെ കുർബാനയിൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നാളത്തെ ടൈം ടേബിൾ, കുർബാന നാളെ 4:30. നാളെ കുടുംബവൃക്ഷ വിശുദ്ധീകരണത്തിന്റെ ഇന്ന് പറയുന്നതിന്റെ ബാക്കിയുള്ള വിഷയങ്ങൾ പറഞ്ഞ് 8 മണിക്ക് കുടുംബവൃക്ഷ വിശുദ്ധീകരണ കുർബാന അർപ്പിക്കും. പറ്റുമെങ്കിൽ എൻ്റെ പനിയും ജലദോഷമൊക്കെ അവിടെ നിൽപ്പുണ്ട്. അതിനൊക്കെ അപ്പുറത്ത് കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുമെങ്കിൽ ഞാനിവിടെ വന്ന് നാളെ വൈകിട്ട് ആ കുർബാന ഞാൻ അർപ്പിക്കും. അത് ദൈവം അനുവദിക്കുമെങ്കിൽ മാത്രം. അപ്പം എങ്ങനെയാണ് നാളെ കുർബാനയുണ്ട്. പക്ഷെ നാളെ എല്ലാവരും തന്നെ 3:30 തന്നെ എത്താൻ നോക്കുക. നാളെ ശനിയാഴ്ചയാണ്. അപ്പം നാളെ 3:30 തന്നെ വർക്കിംഗ് ഡേ അല്ലെന്ന് എനിക്ക് തോന്നുന്നു. വർക്കിംഗ് ഡേ ആണോ സിസ്റ്റേഴ്സ്? അല്ലല്ലോ, ഹോളിഡേ ആണോ അച്ഛന്മാര്? ഹോളിഡേ ആണോ? അതെ. അപ്പം നാളെ വൈകുന്നേരം 3:30 തന്നെ എല്ലാവരും എത്തുക. കുറച്ച് വെയിലൊക്കെ ഉണ്ടാകും. പക്ഷെ കഴിയുന്നതും വെയിൽ അങ്ങ് ഒതുങ്ങുന്നത് വരെ ആ ഭാഗത്തേക്ക് ഇന്ന് ക്രമീകരിക്കുക. നാളെ വൈകുന്നേരത്തെ കുടുംബവൃക്ഷ വിശുദ്ധീകരണ ധ്യാനത്തിന് എല്ലാവരും എത്തണം. ആ പണ്ട സങ്കടം ഇരിക്കുമ്പോൾ നാളെ വരാൻ പോകുന്നവർക്ക് അതിൻ്റെ ഫലമില്ലെന്ന് നിർത്താം. മാത്രമല്ല, ഇന്ന് മാത്രം വന്നവർക്ക് ഇന്നലത്തെ മെഞ്ഞാത്തെ ക്ലാസ് നഷ്ടപ്പെട്ടു എന്നുള്ളത്. 1-ാം ദിവസം ഞാൻ പറഞ്ഞത് വചനത്തെക്കുറിച്ചായിരുന്നു. വചനം എങ്ങനെ ഉൾക്കൊള്ളുന്നതിനെ കുറിച്ചായിരുന്നു. അത് പിടികെട്ടാത്തവർ എന്നെ തൊണ്ടെന്ന് എനിക്കറിയാം. ആ വചനത്തിലൂടെ നമ്മൾ സൗഖ്യം പ്രാപിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു വെച്ചു. ഇന്നലെയാണ് ഈ കുടുംബ നവീകരണത്തിന് മറ്റൊരു മേഖല ശക്തീകരിച്ചത്, പാപത്തിന്റെ മേഖല വിശദീകരിച്ചത്. ഇന്ന് നമ്മൾ ഈ കുടുംബവൃക്ഷത്തിന്റെ വിശദാംശങ്ങളെ കുറിച്ച് ചിന്തിക്കുകയാണ്. അതില് ഈ കുടുംബത്തിന്റെ നവീകരണം എന്ന് പറയുന്ന ഈ അച്ഛന്റെ കാര്യത്തിൽ ഒറ്റ ഉദാഹരണം എടുത്താൽ മതി. അച്ഛൻ ഈ മരിച്ചുപോയ അപ്പന് വേണ്ടി, അപ്പം മരിച്ചുപോയി വൈദികനാകുന്നതിന് മുമ്പ് തന്നെ, അതും ദുർമരണമായിരുന്നു. മാത്രമല്ല, അപ്പൻ മരിച്ചു കിടന്നത് ആരും അറിഞ്ഞില്ല. ഒരിടത്ത് ചീഞ്ഞ് പുഴു വരിച്ചു കഴിഞ്ഞിട്ടാണ് നാട്ടുകാരൻ ദുർഗന്ധം നിമിത്തം അറിഞ്ഞത്. ഇത് കണ്ടിട്ട് നിർവികാരനായി ഈ അപ്പന്റെ ജഡത്തിൽ ഈ മകൻ നോക്കി. പക്ഷേ നീതിയായിട്ടൊക്കെ നടന്നെന്നാണ് അന്ന് ബുദ്ധിയിൽ ചിന്ത വന്നത്. അമ്മയോട് കാണിച്ച ക്രൂരതയ്ക്കിട്ട ശിക്ഷയാണ്. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. കാരണം ഈ പുഴുവരിച്ച് കിടക്കുന്ന, ചീഞ്ഞ് കിടക്കുന്ന അപ്പനും പുഴുവരിച്ച് കിടക്കുന്ന മറ്റൊരു ജഡമായൊരു വ്യക്തിയും എല്ലാം രക്ഷപ്പെടാൻ വേണ്ടിയാണ് ദൈവപിതാവ് പുത്രനെ ലോകത്തിലേക്ക് വിട്ടത്. തന്നിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യരക്ഷ പ്രാപിക്കാൻ വേണ്ടിയാണ് വിട്ടത്. അപ്പൊ അയാളുടെ രക്ഷ എന്നുള്ളത് അപ്പനായിരുന്നാലും ആരായിരുന്നാലും, നമ്മൾ ക്രൂരത കാണിച്ചവർ ആരായിരുന്നാലും ശരി, അവരുടെ രക്ഷ എന്ന് പറയുന്ന അടങ്ങാത്തൊരു ദാഹം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കത്തി നിൽക്കുന്നിടത്തോളം വളർന്നാലേ നല്ല പുരോഹിതനാകാനും നല്ല വിശ്വാസം നല്ല കന്യാസിനാകാനും പറ്റുള്ളൂ. ഇവിടെ അച്ഛൻ പരാജയം പറ്റി. ഈ അപ്പൻ, അമ്മ വളരെ വിശുദ്ധിയാന്ന് പറഞ്ഞല്ലോ, അമ്മയുടെ പ്രാർത്ഥന വഴിയാണ് ഈ അവസരം എല്ലാം കിട്ടിയത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരു വേള അന്ന് ട്രെയിനിൽ വെച്ച് അച്ഛനെ ഞാൻ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ പൗരോഹിത്യം ഉപേക്ഷിച്ച് പോകുമായിരുന്നു. കാരണം അത്രമാത്രം ഞാൻ മടുത്തു. ഒരിക്കൽ പോലും ബ്രഹ്മചര്യത്തിനെതിരെ ഒരു പാപം പോലും ചെയ്യാത്ത ഒരു നല്ല മനുഷ്യനായിരുന്നു അച്ഛൻ. പക്ഷേ മുറിവുകളാൽ ജീവിതത്തിന്റെ അടിത്തറകളിൽ പോയി. അച്ഛന്റെ വ്യക്തിത്വവും സ്വഭാവവും പരിശുദ്ധാത്മ നിയന്ത്രണത്തിൽ അല്ലാതായി പോയി. അച്ഛന്റെ ടെമ്പറമെന്റ് പോലും മാറിപ്പോയി. അച്ഛന്റെ വൈകാരിക ഘടനയ്ക്ക് പോലും വൈകല്യമുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞല്ലോ,
വിവാഹ കൂദാശ യോഗ്യതയോടെ സ്വീകരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ പൗരോഹിത്യം, സന്യാസിന്റെ കാര്യം ഇങ്ങനെയൊക്കെ തന്നെ. അപ്പൊ ഇന്ന് നമ്മുടെ ആദ്യത്തെ ചിന്താ വിഷയം, പൗരോഹിത്യ പട്ടം സ്വീകരിച്ചപ്പോൾ, സന്യാസ വ്രത വാഗ്ദാനം നടത്തിയപ്പോൾ, വിവാഹ കൂദാശ സ്വീകരിച്ചപ്പോൾ യോഗ്യതയോടെയാണോ സ്വീകരിച്ചത്? എന്തെങ്കിലും കുറവുണ്ടായിരുന്നോ? ഉദ്ദേശശുദ്ധിയില്ലായ്മ ഉണ്ടായിരുന്നോ? പാപം ഉള്ളി കിടപ്പുണ്ടായിരുന്നോ? ഇങ്ങനെയാണ് ഒരിക്കലും ഒരു കൺവെൻഷൻ പ്രസംഗിച്ചു. സ്ഥലം പറഞ്ഞേക്കാം, എറണാകുളം മറൈൻ ഡ്രൈവ് ബൈബിൾ കൺവെൻഷൻ. ഒരു 30,000 പേര് ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഒരു സംഭവം ഉണ്ടായി. ഒരാൾ എന്നോട് വന്ന് പറഞ്ഞു, അച്ഛന്റെ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിൽ പോയി രാത്രി മുഴുവനും ഉറങ്ങാതെ ഇരുന്ന് ഭാര്യയോട് പറഞ്ഞില്ല, അപ്പുറത്തെ മുറിയിൽ പോയിരുന്നു. ജോലിയുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ആലോചിച്ചു, ഞാൻ എന്ത് ചെയ്യണം. ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും തമ്മിൽ കുടുംബത്തിൽ മിണ്ടിയിട്ട് കാലങ്ങളേറെയായി. ഞങ്ങൾ തമ്മിൽ കലഹമാണ്. 21 വർഷത്തെ എൻ്റെ കുടുംബജീവൻ നരകമായിരുന്നു. പക്ഷേ അച്ഛൻ്റെ ആ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം വിവാഹ കൂദാശ യോഗ്യതയോടെ സ്വീകരിച്ചില്ല എന്നുള്ള സത്യം ഞാൻ തിരിച്ചറിഞ്ഞു. അത് മറ്റൊന്നുമല്ല, ഞാൻ എൻ്റെ ജീവിത പങ്കാളിയെ കല്യാണം കഴിക്കാൻ ഒരുങ്ങി പെണ്ണ് കാണാൻ പോയി. അവിടെ ചെന്ന് പെണ്ണ് കണ്ടു, പെണ്ണിനെ കണ്ടു, കല്യാണമൊക്കെ ഉറപ്പിച്ചു. പെണ്ണിന്റെ വീട്ടുകാര് എന്നെ കാണാൻ വന്നു. വസ്ത്രമെടുക്കാൻ, ഈ കല്യാണത്തിന് തുണി എടുക്കാൻ പോക്കന്റെ അവസരത്തിൽ ഇവരുടെ അനുജത്തി ആ ഡ്രസ് എടുക്കാൻ വന്ന കൂട്ടത്തിലുണ്ടായിരുന്നു. എന്റെ മനസ്സ് അവളിൽ ഉടക്കി. ഇവളല്ല, അവളാണ് എനിക്കുള്ള പെണ്ണെന്ന് ഞാൻ മനസ്സിൽ കരുതി. അവളെ ഞാൻ കല്യാണം കഴിക്കുമ്പോൾ അവളാണ് എന്റെ മനസ്സിൽ നിറഞ്ഞത്, അനുജത്തി. അത് കഴിഞ്ഞ് അവൾ വേറെ കല്യാണം കഴിച്ചു പോകുന്നതിന് മുമ്പ് 3 വർഷത്തിനുള്ളിൽ എന്റെ ഭാര്യ മരിക്കാൻ വേണ്ടി ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. എന്റെ ഭാര്യയുടെ അനുജത്തി എനിക്ക് കിട്ടാൻ വേണ്ടി ഞാൻ ഒരു കാര്യം കൂടെ പറയുകയാണ്. വിശ്വാസികൾക്ക് ഇത് എങ്ങനെ മനസ്സിലാവുമെന്ന് പോലും എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഞാൻ കേരളത്തിലെ പ്രശസ്തമായ ഒരു ചാത്തന സേവാ മഠത്തിൽ പോയി 25,000 രൂപ കൊണ്ട് പൂജ നടത്തി. എന്റെ ഭാര്യ മരിച്ച് അനുജത്തി എനിക്ക് കിട്ടാൻ വേണ്ടി. ഞാൻ ചോദിച്ചു, ആര് പറഞ്ഞു തന്നു ഈ കുതന്ത്രം? അപ്പൊ പറഞ്ഞു തന്നു, എന്റെ കൂട്ടുകാരൻ പറഞ്ഞതാണ്, ഇതുപോലുള്ള കാര്യം ചെയ്താൽ ആഗ്രഹിക്കുന്നവരെ സ്വന്തമായി കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് 25,000 രൂപ മുടക്കി ഞാൻ പോയി ഈ പിശാചിന്റെ ആരാധന പൂജ നടത്തിയിരുന്നു. അയാൾ പറയുന്നു, എന്റെ കുടുംബം തകർന്നു കിടക്കാൻ കാരണമെന്ന് എനിക്ക് മനസ്സിലായി. കാരണം വിവാഹ കൂദാശ സ്വീകരണ നിമിഷത്തിൽ എന്നിൽ അശുദ്ധി, ആസക്തി, ബന്ധനം ഉണ്ടായിരുന്നു, പിശാചുണ്ടായിരുന്നു. സംഭവിച്ചതാണ്. പ്രിയപ്പെട്ടവരെ, ഇവൻ രാത്രി മുഴുവൻ ആലോചിച്ച പുലർച്ചെ 5 മണിക്ക് പോയി കിടന്നു. ഒരു 8 മണിക്ക് എഴുന്നേറ്റു. അന്ന് ജോലിക്ക് പോകുന്നില്ല. അപ്പൊ ഭാര്യ ജോലിക്ക് പോകാനായിരിക്കും പറഞ്ഞു, ഒരു വേള ഇവിടെ ഒന്ന് നിൽക്കാമോ? എന്നിട്ട് പറഞ്ഞു, മറൈൻ ഡ്രൈവ് ബൈബിൾ കൺവെൻഷൻ ഞാൻ ഇന്നലെ പോയിരുന്നു. നിങ്ങളത് ജോലിക്ക് പോയില്ലേ? അവിടുന്ന് എന്റെ കൂട്ടുകാരൻ എന്നെ വിളിച്ചുകൊണ്ട് പോയതാണ്. ഞാൻ ഉച്ച കഴിഞ്ഞിട്ട് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തുള്ളൂ. അവിടെ വെച്ച് കേട്ട ഒരു കാര്യത്താൽ ഞാൻ വല്ലാതെ അസ്വസ്ഥനാണ്. നീ എന്റെ കൂടെ ഇന്ന് കൺവെൻഷൻ വരണം. പിറ്റേ ദിവസം രാവിലെ ഭാര്യ സ്കൂളിലേക്ക് വിളിച്ചോ, ഞാൻ ഇന്ന് ജോലിക്ക് വരില്ല. എന്നിട്ട് 2 പേരും കൂടെ ധ്യാനത്തിന് വന്നു. എല്ലാം കഴിഞ്ഞപ്പോൾ എന്നെ വന്ന് കണ്ടിട്ട് കാര്യമൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഭാര്യയോട് പറയാൻ ധൈര്യമില്ല. ഞാൻ താമസിക്കുന്ന വീട്ടിലേക്ക് അവരോട് വരാൻ പറഞ്ഞു. അവിടെ വെച്ച് ഭർത്താവ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ ഭാര്യയോട് കൂടെ തുറന്ന് പറയണ്ട, അതിനുള്ള പക്വത ഭാര്യയ്ക്ക് ഉണ്ടാകണമെന്നില്ല. പക്ഷേ നീ തമ്പുരാന്റെ മുമ്പിൽ കുമ്പസാരത്തിൽ ഏറ്റു പറഞ്ഞാൽ നീ നിന്റെ ഭാര്യയെ വഞ്ചിച്ചതിനുള്ള പരിഹാരമാകും. നീ ഭാര്യയോട് പറയണ്ട. അപ്പൊ അയാൾ പറഞ്ഞു, എനിക്ക് പറ്റുന്നില്ല, എന്റെ ഭാര്യയോട് പറയണം. ഞാൻ പറഞ്ഞു, പറയണ്ട. കാരണം സാധാരണ മിക്ക സ്ത്രീകൾക്കും പക്വതയോടെ ഇതിനെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. സ്ത്രീ മനസ്സ് അങ്ങനെയാണ്. പിന്നെ ഏതെങ്കിലും ദുർബല നിമിഷത്തിൽ ഇത് വീണ്ടും പറഞ്ഞു വരാം. ഞാൻ സമ്മതിച്ചില്ല. അത് ഇപ്പോഴും ഒരു സന്തോഷമായിട്ട് കഴിയുക. 10-16 വർഷമായി ഇപ്പോഴും സന്തോഷത്തോടെ കഴിയുക. അന്ന് ഇവൻ പോയി കുമ്പസാരത്തിന്, അടുത്ത ദിവസം പോയി കുമ്പസാരത്തിന് ഏറ്റു പറഞ്ഞ്, എന്നിട്ട് നിന്നോട് ഞാൻ കാണിച്ച ക്രൂരതയ്ക്കെല്ലാം എനിക്ക് നിന്റെ കാൽ പിടിച്ച് മാപ്പ് പറയണമെന്ന് പറഞ്ഞ് കാലിലേക്ക് വീണ് മാപ്പ് പറഞ്ഞു. ആ നിമിഷം ഇവള് ഭർത്താവിനെ പിടിച്ച് ലഭിച്ച് ആലിംഗനിച്ചിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ വെറുപ്പേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ കല്യാണം കഴിച്ച അന്ന് മുതൽ നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയോ അശുദ്ധി കടപ്പെടാൻ എനിക്ക് അറിയാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവൻ അവളോട് പറയാൻ ഉദ്ദേശിച്ചതിന്റെ അകത്തുള്ള കാര്യമൊക്കെ ഇവിടെ ഇങ്ങോട്ട് പറഞ്ഞു. നിങ്ങളുടെ ഉള്ളിൽ വേറെ ആരോ ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇവന് ഞാൻ കൽപ്പിച്ചിരുന്നു മിണ്ടരുന്നു, അതുകൊണ്ട് ഇവനൊന്നും മിണ്ടാൻ പോയില്ല. പ്രിയപ്പെട്ടവരെ, ആ കുടുംബം സന്തോഷത്തോടെ ജീവിക്കുക. ആദ്യത്തെ ഈ പോയിന്റ് പ്രധാന പ്രാർത്ഥന വിഷയമാക്കുന്നു. നാളത്തെ കുർബാനയിൽ ഇത് സമർപ്പിക്കണം. പൗരോഹിത്യ പട്ടം, സന്യാസം, വാഗ്ദാനം, കുടുംബജീവിതം, വിവാഹ കൂദാശ സ്വീകരണം, ആ നിമിഷങ്ങളിലെ കുറവ് പരിഹരിക്കാൻ തമ്പുരാന്റെ മുമ്പിലേക്ക് എല്ലാവരും ഇങ്ങോട്ട് പോരും. അത് ഏറ്റവും വലുത് പരിശുദ്ധ കുർബാനയാണ്. ഇനി അത് നാളെ വൈകുന്നേരത്തെ കുർബാന ചെയ്യും. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വ്യക്തിപരമായ പാപങ്ങൾ എന്താണെന്ന് ഞാൻ സൂചിപ്പിച്ച പാപത്തിന്റെ ഫലമായി സംഭവിക്കുക. 3 നിർവചനങ്ങൾ പറഞ്ഞു. അത് ചുരുക്കി പറയുന്നത്, ആദ്യമായിട്ട് വന്നവർക്ക് പാപം എന്ന് പറയുന്നത് ദൈവത്തെ ഉപേക്ഷിച്ച് പിശാചിനെ സ്വീകരിക്കുന്നതാണ്.
പാപം എന്ന് പറയുന്നത് ദൈവവുമായി മാമോദീസായിലൂടെ വിശ്വാസത്തിലുണ്ടാക്കിയ ഉടമ്പടി തകർത്ത് പിശാചുമായ നാശത്തിന്റെ ഉടമ്പടി സ്ഥാപിക്കുന്നതാണ്. പാപം എന്ന് പറയുന്നത് രക്ഷിക്കാനായി കൈനീട്ടി മാടി വിളിച്ചു നിൽക്കുന്ന കർത്താവിനോട് നോ പറഞ്ഞിട്ട് നാശത്തിന്റെ കുടിയിലേക്ക് വിളിക്കുന്ന സാത്താനോട് യെസ് പറയുന്നതാണ് പാപം. മാനസാന്തരം എന്ന് പറയുന്നത് ഇത് തിരിച്ചറിയുന്നു. എന്റെ തമ്പുരാനെ ഞാൻ വെറുത്തു ഉപേക്ഷിച്ചു, തമ്പുരാനോട് നോ പറഞ്ഞു, തമ്പുരാനെ ഉടമ്പടി ലംഘിച്ചു, പിശാചിനെ ഞാൻ സ്വീകരിച്ചതിന് പരമ ദുരന്തം ഉണ്ടായി. എന്നിട്ട് മാനസാന്തരത്തിന്റെ ആദ്യം സംഭവിക്കേണ്ടത് പിശാചിനോടും പാപത്തോടും പാപസുഖങ്ങളോടും പിശാചിന്റെ വാഗ്ദാനങ്ങളോടുമുള്ള നിറഞ്ഞ വെറുപ്പ് തന്നെ പറയാം. ഇഷ്ടമില്ലായ്മയല്ല, വെറുപ്പ്. സാത്താനെയും സാത്താന്റെ സുഖങ്ങളെ ഞാൻ വെറുത്തുപേക്ഷിക്കണം. വിസർജ്യ വസ്തു എന്നാൽ വെറുത്തുപേക്ഷിക്കണം. സർപ്പത്തിൽ നിന്ന് പോലെ ഓടിയകരണം. അതൊരിക്കലും മറക്കരുത് പ്രിയപ്പെട്ടവരെ. ഇങ്ങനെ ഉപേക്ഷിച്ചിട്ട് എനിക്ക് രക്ഷ തരുന്ന തമ്പുരാന്റെ പക്കലേക്ക് തിരിച്ചു വരുമ്പോൾ ആ തമ്പുരാന്റെ സ്നേഹത്തെക്കുറിച്ച്, എനിക്ക് തരുന്ന രക്ഷയെക്കുറിച്ചുള്ള വലിയൊരു അറിവിന്റെ ഉള്ളിൽ വേണം. ഒരു ചടങ്ങായി കുമ്പസാരിച്ച പോലെ തമ്പുരാനുള്ള സ്നേഹത്തിൽ വളരണം. പിശാചിനെ വെറുക്കണം, പിശാചിനെ വെറുത്തുപേക്ഷിക്കണം. അതിന്റെ കൂടെ ഒരു കാര്യങ്ങളുണ്ട്, പാപ സാഹചര്യങ്ങളിൽ നിന്നും കൂടി ഓടിയകണം. പാപത്തെ വെറുത്ത മാത്രം പോരാ, പാപ സാഹചര്യങ്ങൾ ഓടിയകണം. ഒരു സംഭവമൊക്കെയാണ്. ബോംബെയില് താബോർ ധ്യാന കേന്ദ്രത്തില് ഒരാള് ധ്യാനമൊക്കെ കഴിഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നു. അയാൾ ഇങ്ങനെ വിറയ്ക്കുന്നുണ്ട്, അച്ഛാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. ഞാൻ ചെന്ന് പറ്റി ഏതാണ്ട് ഇഞ്ചി കടിച്ചവരൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞ, അച്ഛാ എൻ്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞിരിക്കുക. അപ്പൊ പരിശുദ്ധാത്മാവ് അങ്ങനെ നിറയുമ്പോൾ അങ്ങനെ ഒരു അനുഭവം വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇങ്ങനെ വെക്കുന്ന എല്ലാം പരിശുദ്ധാത്മാവ് വന്നിട്ടാകണമെന്നില്ല. അങ്ങനെ ഉണ്ട് കേട്ടോ. ചിലർ മാനസികമായ വൈകല്യത്തിൽ നിന്ന് അങ്ങനെയൊക്കെ വരാം. ചിലർക്ക് കൈ വറയ്ക്കും, പക്ഷെ കൈ വറയ്ക്കുന്ന എല്ലാം പരിശുദ്ധാത്മാവിന്റെ അടയാളമാകണമെന്നില്ല. കൈവറയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. ഒരു സ്ത്രീയെ അവര് കൊന്ത ചെല്ലുമ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഈ കൊന്ത ഇങ്ങനെ കൈ കെട്ടിയിടും. എന്നിട്ട് ഇതിന്റെ അറ്റത്ത് വലിയൊരു ഇരുമ്പിന്റെ കുരിശ് തൂക്കിയിട്ടിട്ടുണ്ട്. ഒരു 2 ഇഞ്ച് നീളമുള്ള 3 ഇഞ്ച് നീളമുള്ള കുരിശ്. സ്തുതിക്കുമ്പോൾ ഇങ്ങനെ കിടന്ന് അടിച്ചുകൊണ്ടിരിക്കും കൈ. അപ്പുറത്തൊരു വലിയ പ്രതിപ്പുണ്ട്. ഈ അടിക്കടയ്ക്ക് ഈ കുരിശ് വെച്ചെടുത്തിട്ട് കണ്ണിനകത്ത് അവരുടെ കണ്ണിവിടെ ചുമന്ന് കരങ്ങി സഹിക്കാൻ വയ്യാതായപ്പം ഒരൊറ്റ അട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ പെണ്ണ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ പരിശുദ്ധാത്മാവ് നിറഞ്ഞ സ്തുതിക്കുമ്പോ ഈ തള്ള എന്നെ തല്ലി. അപ്പം പറഞ്ഞു, ഈ അമ്മച്ചി എന്നോട് പറയുന്നത്, അച്ഛാ മനുഷ്യനെ പലതരത്തിൽ കൊന്നിട്ടുണ്ട്, പക്ഷെ കുരിശുകൊണ്ട് കുത്തിക്കുന്ന ആളുകൾ. ഞാൻ ഈ പെണ്ണിനോട് പറഞ്ഞു, എൻ്റെ ഈ കൈവറ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമല്ല. പരിശുദ്ധാത്മാവ് കോലാഹലത്തിന്റെ അരൂപിയല്ല. കൈവറച്ചെന്ന് വരാൻ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ശരീരം നിറച്ചെന്ന് വരാം. പക്ഷെ എല്ലാ കൈവറയും എല്ലാ ശരീരം പറയലും ഒന്നും പരിശുദ്ധാത്മാവിനാണ് നിർബന്ധമില്ല. അപ്പൊ ഈ സഹോദരൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? അച്ഛാ ദൈവത്തിന്റെ ആലയമായ ശരീരത്തെ ഞാൻ വേശ്യകളെടുത്തുകൊണ്ട് നശിപ്പിച്ച അച്ഛാ. ഞാൻ പറഞ്ഞു, കുമ്പസാരിച്ചു. അച്ഛാ ഞാൻ ബോംബെയിലെ ചുവന്ന തെരുവിൽ പോയി വേശ്യകളുമായി പാപം ചെയ്ത് എന്റെ ശരീരത്തെ നശിപ്പിച്ചു. ഇപ്പൊ എന്താ ഇപ്പൊ പറയാൻ വന്നിരിക്കുന്നത്? ഞാൻ ആ ചുവന്ന തെരുവിലേക്ക് തിരിച്ചു പോകുക അച്ഛാ. ഞാൻ ചോദിച്ചു, അയ്യോ അതെന്തിനാ അച്ഛാ? അവിടെയുള്ള എല്ലാ വേശ്യകളും ഞാൻ ധ്യാനിക്കാൻ കൊണ്ടുവരാൻ പോകുന്നു. ഞാൻ പറഞ്ഞു, ചതിക്കാൻ. പിറ്റേ ദിവസം ധ്യാനകേന്ദ്രത്തിൽ നിറച്ച് വേശ്യകളിരിക്കുകയാണെങ്കിൽ ഞാൻ ധ്യാനിപ്പിക്കും. അല്ലെങ്കിൽ ഞാൻ പറയുമ്പോൾ ഇവരെന്താ മറുപടി പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേണ്ട നീ പോകണ്ട. അപ്പൊ അവനോട് പറഞ്ഞു, അച്ഛന് മനസ്സിലായിട്ടില്ല, ഭയങ്കര ആവേശത്തിലാണ് ഇരിക്കുക. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, പോകരുത്. എന്നിട്ടും അവനങ്ങനെ ഇറങ്ങിപ്പോയി. പിന്നെ ഞാൻ അവനെ കാണുന്ന 6 മാസം കഴിഞ്ഞ് ഓഡിറ്റോറിയത്തിന്റെ പുറകിൽ ഇങ്ങനെ തലകുംപ്പെട്ടവൻ ഇരിപ്പുണ്ട്. അപ്പൊ ഇവനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, നീ അല്ലേ ആ ശരീര ദേവാലയം പറഞ്ഞ് ചുവന്ന തെരുവിൽ പോയത്? നീ ആരെയും കൊണ്ടുവന്നില്ലല്ലോ ധ്യാനിക്കാൻ വേണ്ടി? എല്ലാം പോയി അച്ഛാ. എന്ത് പറ്റി? അച്ഛാ ഞാൻ ആ വേശ്യാലയത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തി കൈവരിച്ചു പിടിച്ച് അവരുടെ മാനസാന്തരത്തെ പ്രാർത്ഥിച്ച് ഇവരെ ആദ്യത്തെ ദിവസം എന്നെ കളിയാക്കി. 2-ാം ദിവസം 2 വേശ്യകൾ വന്ന് അങ്ങനെ എന്നെ മരിച്ചെന്നെ അകത്തോട്ട് കൊണ്ടുപോയിരുന്നു. പാപ സാഹചര്യങ്ങളിലേക്ക് തിരികെ പോകരുത്. പ്രലോഭനം വീണ്ടും തരാൻ വേണ്ടി പിശാച് ശക്തിയായിട്ട് വരും. കള്ളു കച്ചവടമുള്ള കടയിൽ ജോലി ചെയ്യേണ്ട ചില കൂട്ടുകെട്ടുകള് ആ ഓഫീസിൽ ജോലി ചെയ്താൽ ആ പെണ്ണുമായ പുരുഷനും ആ പാപം ചെയ്യും. അങ്ങോട്ട് പോകണ്ട. പാപ സാഹചര്യത്തെ വെറുത്തുപേക്ഷിക്കണം. അതാണ് 2 തിമോത്തി 2:19 പൗലോസ് ശ്ലീഹ പറഞ്ഞത്. കർത്താവ് ഉറപ്പിച്ച അടിത്തറ ഇളകാതെ നിൽക്കുന്നു, അതിനിങ്ങനെ മുദ്രിതമായിരിക്കുന്നു. തനിക്ക് സ്വന്തമായിട്ടുള്ളവരെ കർത്താവ് പറയുന്നു. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും, ബാക്കി നിങ്ങൾ പറ,
സിസ്റ്റേഴ്സ് കൃത്യം പറഞ്ഞു. ഒന്നോട് പറഞ്ഞേ. അല്ല, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കട്ടെ എന്നാണത്. നിങ്ങൾ പറഞ്ഞ റോമ 10:13, അപ്പസ്തോല പ്രവർത്തനം 2:21, ജോയൽ 2:32 നിങ്ങൾ പറഞ്ഞത്. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കുന്നു. റോമ 10:13 അപ്പസ്തോല പ്രവർത്തനം 2:21 ജോയൽ 2:32 പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 2 തിമോത്തി 2:19 പറഞ്ഞ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും പാപത്തിൽ ഒഴിഞ്ഞു നിൽക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വ്യക്തിപരമായ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ തീരുമാനമെടുക്കുക. എന്നിട്ട് ദൈവത്തോടുള്ള സ്നേഹത്തിൽ വളരണം, ബന്ധത്തിൽ വളരണം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ജീവിതം വേണം. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ പോകാം, അത് ഗൗരവമായിട്ട് എടുക്കണേ. സാധിക്കുമെങ്കിൽ ഞായറാഴ്ച മാത്രമല്ല, എല്ലാ ദിവസവും രാവിലെ പോയി കുർബാനയിൽ പങ്കെടുക്കുക. എല്ലാ ദിവസവും യോഗ്യതയോടെ കുർബാന സ്വീകരിക്കുക. 2 ആഴ്ചയിൽ 1 അല്ലെങ്കിൽ മാസത്തിൽ 1 കുമ്പസാരിച്ചിരിക്കണം. വികാരിച്ചെടുത്ത് കുമ്പസാരിക്കേണ്ട. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും അച്ഛൻ്റെ പോയി കുമ്പസാരിച്ചു, അതിനാണ് സഭ അനുവദിച്ചിരിക്കുന്നത്. വികാരിച്ചെടുത്ത് കുമ്പസാരിക്കണം ഒരു നിയമവും ഇല്ല. പരിചയമില്ലാത്ത അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിച്ചു. പിന്നെ സ്ഥിരമായ ഒരു ആത്മീയ പിതാവുള്ളത് നല്ലതാണ്. ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്യുന്നവരാണ്. ആത്മീയ പിതാവ് നിങ്ങളുടെ ബലവും ബലഹീനതയും നിങ്ങളുടെ വീടാനുള്ള സാധ്യതയൊക്കെ അറിയുന്ന ആ ആത്മീയ പിതാവിനെ നയിക്കാൻ പറ്റും. അപ്പൊ പരിശുദ്ധ കുർബാന പങ്കെടുക്കുക. അത് എങ്ങനെ വരണം? കുർബാന തുടങ്ങുന്നതിന് 5 മിനിറ്റ് മുമ്പ് പള്ളിയിൽ എത്തണം. എന്നിട്ട് കുർബാന തുടങ്ങുന്നതിന് മുമ്പ് 5 മിനിറ്റ് മുമ്പ് പള്ളിയിൽ വന്നിട്ട് നിങ്ങൾ ഇവിടെ ഈ കൊന്തയുടെ സമയത്ത് തൊട്ട് മുമ്പ് ഇവിടെ വന്നിരുന്നത് ചെയ്തതുപോലെ ചെയ്യരുത്. അതെന്താണെന്നറിയോ? ഇവിടെ വന്നെങ്കിൽ ഇരിക്കും. റഡാറ് കറക്കുന്നത് തല കറങ്ങി വായി തുറന്നു ഇരിക്കും. ആ വരുന്ന സ്ത്രീയുടെ നേരെ നോക്കി, ഇതെന്ത് സാരിയാ, ഓർഗണ്ടിയാണോ എന്താണോ? ഈ വരുന്നവരുടെ ഒക്കെ വായി നോക്കിയിരിക്കുന്ന സ്വഭാവം എന്തൊരു മോശമായിരിക്കും. നിങ്ങൾ ആ സമയത്ത് കണ്ണടച്ച് അവിടെ ഇരുന്ന് ഒരു കാര്യം ചെയ്താൽ മതി. നിങ്ങളെ പൂർണ്ണമായി കൊടുക്കുന്നതോടൊപ്പം നിങ്ങളുടെ കുടുംബാംഗങ്ങൾ ഓരോരുത്തരെയും കൊടുത്തിട്ട് കുടുംബ വൃക്ഷത്തിലെ ശാഖകളുടെ പേരെന്ന് പറയാൻ ഓർമ്മയില്ല, ഓരോ തലമുറയും കൊടുത്തേക്കുക. രണ്ടാമത് നിങ്ങളുടെ അയൽക്കാരൻ, നിങ്ങളുമായി ബന്ധം തകർന്നിരിക്കുന്നവര്, നിങ്ങളുടെ ഇടവക സമൂഹം, അതുപോലെ നിങ്ങളുടെ കൂട്ടായ്മയുള്ളവർക്ക് കൊടുത്തു. അങ്ങനെ ഒരു 4-5 മിനിറ്റ് നിങ്ങൾ പ്രാർത്ഥിക്കും. 5-10 മിനിറ്റ് കുർബാനയുടെ മുമ്പ് പ്രാർത്ഥിച്ചൊരുക്കി കാഴ്ചവെപ്പ് ഒരുക്കി വെക്ക്. കാഴ്ചവെപ്പിനുള്ള വിഭവങ്ങൾ ഒരുക്കുക, നിങ്ങളുടെ പ്രാർത്ഥന. എന്നിട്ട് കാഴ്ചവെപ്പിന്റെ സമയത്ത് ഒരൊറ്റ വാചകം പറഞ്ഞാൽ മതി, ഈശോയെ ഞാൻ അർപ്പിച്ച കാഴ്ചകളുടെ ആൾക്കാരിലേക്ക് എടുത്തു വെക്കുന്നു പറ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ അപ്പവും വീഞ്ഞും യേശുവിന്റെ ശരീരരക്തങ്ങളായി മാറുന്ന ആ സമയത്ത് നിങ്ങളുടെ കാഴ്ചകളിലും ദൈവത്തിന്റെ കൃപ ഇറങ്ങി വരും. ഹല്ലേലൂയ. 2 കരമുയർത്തി 3 ഹല്ലേലൂയ പറഞ്ഞേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. 3 ഹല്ലേലൂയ. അത് കഴിഞ്ഞതിന് ശേഷം കുർബാന സ്വീകരണ സമയത്ത് നിങ്ങളുടെ കാഴ്ചകൾ സ്വീകരിച്ച് അതിനെ പൗത്രീകരിച്ച് പരിശുദ്ധാത്മാവ് ഇതാ യേശുവിന്റെ തിരുശരീര രക്തങ്ങളോടുകൂടെ നിങ്ങളുടെ ഇടയിലേക്ക് വരും, നിങ്ങളുടെ ഉള്ളിലേക്ക് വരും. യേശുവുമായിട്ടാണ് നിങ്ങൾ ഈ വീട്ടിലേക്ക് പോവുക. യേശുവുമായിട്ട് ആ യേശു നിങ്ങളുടെ കൂടെ അവിടെ ചെന്നിട്ട് വീട്ടിൽ ഏതൊക്കെ മേഖലയിൽ കറക്ഷൻ വരുത്തുള്ളൂ, തിരുത്തുള്ളൂ, അതെല്ലാം വരുത്തിക്കോളൂ. നിങ്ങൾക്ക് പണിയെളുപ്പമായി ഈശോയ്ക്ക് വിട്ടുകൊടുക്കാം. അങ്ങനെ എല്ലാ ദിവസവും പള്ളിയിൽ പോകണം. പിന്നെ ഞായറാഴ്ച കുർബാന നിർബന്ധമായിട്ട് ഇടവപ്പള്ളി തന്നെ പോകണം. ജ്ഞാനകേന്ദ്രങ്ങളിലോ കപ്പേളകളൊന്നും പോകരുത്, ഇടവപ്പള്ളി തന്നെ പോകണം. നിങ്ങളുടെ ഇടവക വികാരിച്ച ഇടയ്ക്കിടയ്ക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ലതാണ്. പിന്നെ ഒരു കാര്യം അവിടെ സാന്ദർഭികമായി പറയുകയാണ്, ഇടവക ശുശ്രൂഷ എന്ന് പറയുന്നത് ഏതെങ്കിലും പദവി സ്ഥാനം കിട്ടാൻ വേണ്ടിയുള്ള ശുശ്രൂഷയായിട്ട് മാറരുത്. സ്ഥാനങ്ങൾ കിട്ടാൻ, പദവി കിട്ടാൻ, കൈക്കാരനാകാൻ, പ്രധാനപ്പെട്ട ആളാകാൻ, അങ്ങനെ ഒരു ബലഹീനത പറഞ്ഞിട്ടുണ്ടാകും. എവിടെ ചെന്നാലും പ്രധാനപ്പെട്ട ആൾ അയാളായിരിക്കണം. കല്യാണത്തിനാണ് കെട്ടുന്ന ചെറുക്കൻ, മാമോദിസാണെങ്കിൽ മാംസരിക്കുന്ന കൊച്ച്, ശവടക്കാണെങ്കിൽ ശവം, എവിടെയും കഴിച്ചാൽ VIP ആകണം. അങ്ങനെ വേണ്ട. ഇവിടെ നിങ്ങൾ ഏറ്റവും ലളിതമായ ഏറ്റവും മനോഹരമായ ശുശ്രൂഷ എന്താണ്? പദവിയും വേണ്ട, കസരയും വേണ്ട, താഴെ ഇരുന്ന് ശുശ്രൂഷ. ഇവിടെ ഞാൻ പലരെയും കണ്ടു, വലിയ പദവികളൊന്നുമില്ല, പക്ഷെ ഓടി നടന്ന ശുശ്രൂഷ പലരും ഞാൻ കണ്ടു. പദവികളൊന്നുമില്ല, പദവിയുടെ ടൈറ്റിലൊന്നും വേണ്ട, തമ്പുരാനെ ശുശ്രൂഷിക്കാൻ. ഓരോ ചെറിയ അധ്വാനം പോലും ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവമക്കൾക്ക് വേണ്ടി, ദൈവമഹത്വത്തിന് വേണ്ടി, ആത്മാക്കളെ രക്ഷിക്കാൻ വേണ്ടി തിരുസഭയിലൂടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സത്യമായും അത് സ്വർഗത്തെ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. അനുഗ്രഹത്തിന്റെ മഴയായി നിങ്ങളുടെ മക്കളിലേക്ക് അത് ഒഴുകി വരും. എന്നാൽ ഓരോ പാപവും ഓരോ ദുഷ്കർമ്മം ചെയ്തു കൂട്ടുമ്പോൾ തിന്മ നിങ്ങളുടെ കുടുംബത്തിലേക്ക് പിശാച് കൊണ്ട് പെയ്തിറക്കും.
അത് ഒരിക്കലും സംശയിക്കണ്ട, ഒരു സംശയം വേണ്ട. ഈ ദിവ്യകാരുണ്യത്തിലൂടെ കിട്ടേണ്ട ശക്തിക്ക് പകരം ഈ ഞായറാഴ്ച കുർബാന മാത്രമായിരിക്കുന്നു. കുർബാന സ്വീകരണം പോലും യോഗ്യതയോട് ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, പാപകരമായ കുർബാന സ്വീകരിച്ചു പോകുന്നെങ്കിൽ അനുഗ്രഹത്തിന് പകരം ശാപം കുടുംബത്തിൽ വന്ന് വീഴും. അതുകൊണ്ട് ഞാൻ പറയുന്നു, കുർബാനയെ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും കൂടുക, അടുക്കടുക്ക് കുമ്പസാരിക്കുക, പിന്നെ കുടുംബ പ്രാർത്ഥന മുടക്കാതിരിക്കുക, അതുപോലെ വചനം വായിക്കുക, പഠിക്കുക. ചില വചനങ്ങൾ ഇങ്ങനെ വായിക്കുമ്പോൾ കുറിച്ചെടുക്കുക, എന്നിട്ട് അത് ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ ലോകം മുഴുവൻ വേണ്ടി മധ്യസ്ഥം വഹിക്കുക, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, പ്രേക്ഷകവേല എടുക്കുക, ദശാംശം കൃത്യമായിട്ട് കൊടുക്കുക, ദൈവവേലയ്ക്ക് വേണ്ടി 10 മാറ്റി വെക്കുക. അതുപോലെ ആരെയും വെറുക്കാതിരിക്കുക. അങ്ങനെ ചെയ്തുകൊണ്ട് പോയാൽ നിങ്ങളുടെ ഈ പാപ പ്രലോഭനം വീണ്ടും നിങ്ങളെ കീഴടക്കാൻ വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മസിൽ പിടിച്ച് പിശാചിനോട് യുദ്ധം ചെയ്ത് പിടിച്ചേക്കാൻ പറ്റും. കാരണം നിങ്ങളല്ല ഇനി യുദ്ധം ചെയ്ത്, ഈശോ യുദ്ധം ചെയ്തുകൊള്ളും. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഈശോ യുദ്ധം ചെയ്തുകൊള്ളും. 2 കരമുയർത്തി പ്രാർത്ഥിച്ചേ, കർത്താവായ ഈശോയെ. കുറച്ചും കൂടി സ്വരം നിങ്ങൾക്ക് ഉയർത്താൻ പറ്റുമെങ്കിൽ ഉയർത്തിക്കോ. കർത്താവായ ഈശോയെ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്ക് കുറച്ചും കൂടി സ്വരം ഉയർത്താൻ പറ്റുമോ നിങ്ങൾക്ക് പറ്റുമോ എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. കർത്താവായ ഈശോയെ, ഈ 3 ദിവസത്തെ ധ്യാനത്തിന്റെ ഫലമായി ഞങ്ങൾക്ക് കിട്ടിയ വെളിച്ചവും ജീവനും ശക്തിയും നന്മയും പാപമോചനവും വിടുതലും ഓർത്തുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പാപത്തോടും പാപസുഖങ്ങളോടും പാപനേട്ടങ്ങളോടും വിട പറഞ്ഞ് അങ്ങയോട് ഐക്യപ്പെട്ട് അനുഗ്രഹത്തിന്റെ ജീവൻ നയിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കാലില് വ്രണമുള്ള ഒരാളെ സുഖപ്പെടുത്തുന്ന ഈശോ ഇന്നലെ പറഞ്ഞ ആ സന്ദേശം ഇപ്പൊ ഈശോ വീണ്ടും എന്നോട് പറയുന്നു. കാലിൽ വ്രണമുള്ള ഒരാളെ ഈശോ സുഖപ്പെടുത്തിയിട്ടുണ്ട്. ആ രോഗശാന്തി തിരിച്ചറിഞ്ഞ ആള് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് നിന്ന് ഒന്ന് കരമുയർത്തണം. കാലിൽ വ്രണമുള്ള ഒരാളെ ഈശോ സുഖപ്പെടുത്തിയിട്ടുണ്ട്. കോട്ടയാശ്രമത്തില് ഫെബ്രുവരി 3 മുതൽ 7 വരെ കൺവെൻഷനായി. അപ്പം 1-ാം ദിവസം തന്നെ കർത്താവിന്റെ സന്ദേശം നൽകി ഞാൻ വിളിച്ചു പറഞ്ഞ് കാലിൽ വ്രണമുള്ള ഒരാളെ സുഖപ്പെടുത്തുന്നു. അപ്പൊ അവിടെ ഒരു സിസ്റ്ററുടെ അനുജത്തിയെ രോഗികളുടെ വാടിക്കൊണ്ട് കിടത്തിട്ട് കാലില് 3/4 ഇഞ്ച് ആഴത്തിലേക്ക് മാംസം ഇങ്ങനെ വ്രണമായി പോയിട്ട് അസ്ഥി കാണാവുന്ന കുഴിയായിരിക്കുന്നത്, പഴുത്തിരിക്കുക. അവിടെയുള്ള ആ ചീനതെല്ലാം എടുത്ത് മാറ്റി ആ കുഴിയിൽ ഇങ്ങനെ ഈ കോട്ടൺ മരുന്ന് വെച്ച് കോട്ടൺ നിറച്ചിങ്ങനെ വെച്ചിരിക്കുക. അപ്പൊ ഇത് വിളിച്ചു പറഞ്ഞപ്പോ ഈ സഹോദരിക്ക് ഒരു അനുഭവമുണ്ട്, തനിക്കെന്തോ കിട്ടുന്നുണ്ട്. വൈകുന്നേരം ഈ ഡ്രസ്സ് ചെയ്യാൻ അവിടെ അച്ഛന്മാരുടെ ഊട്ടുമുറിയിൽ ഫുഡ് സപ്ലൈ ചെയ്യുന്ന ഒരു ഹോളി ഫാമിലി സിസ്റ്റർ ഇപ്പുണ്ട്. ആ സിസ്റ്റർ പോയി ഡ്രസ്സ് ചെയ്ത് കൊടുക്കേണ്ടത്. ആ സിസ്റ്റർ നിർബന്ധിച്ച് വിളിച്ചു. അപ്പൊ ഉടനെ സിസ്റ്റർ പറഞ്ഞു ഞാൻ വരാം. എന്നിട്ട് സിസ്റ്റർ ചെന്ന് ആ അഴിച്ചു നോക്കുമ്പോൾ ഈ വ്രണം കരിഞ്ഞു എന്ന് മാത്രമല്ല അവിടെ മാംസം വന്ന് മൂടിയിരിക്കുന്നതായിട്ട് കാണുന്നു. കർത്താവിനെ ഒരു നിമിഷം അത് സുഖപ്പെടുത്താൻ ജെറമ്യ 32:27 ഞാൻ സകല മർത്യരുടെയും കർത്താവായ ദൈവമാണ്, എനിക്ക് എന്തെങ്കിലും അസാധ്യമായിട്ടുണ്ടോ? ലൂക്ക 1:37 ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ല. ലൂക്ക 18:27 മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഹല്ലേലൂയ. കാലിലെ വ്രണം ഉണങ്ങി പഴുപ്പ് മാറി വേദന മാറിയ തിരിച്ചറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അടുത്ത് നിൽക്കുന്ന ആരെങ്കിലും കൈയടിച്ചാൽ മതി. ഇതുവരെ ആ സാക്ഷ്യം വന്നിട്ടില്ല. അതുകൊണ്ട് വീട് ചോദിക്കുകയാണ്. ആരോ ഒരാളുണ്ട്, ഈശോനോട് പിന്നെ പറയുന്നുണ്ടല്ലോ. കാലിലെ വ്രണം ഉണങ്ങിക്കഴിഞ്ഞ ഒരാളുണ്ടെന്ന് ഈശോനോട് വീണ്ടും പറയുന്നു. ആരെങ്കിലും ഉണ്ടെങ്കിൽ അടുത്തേക്ക് ഒരു കൈയടിച്ചാൽ എനിക്കറിയാൻ പറ്റുള്ളൂ. ഇതുവരെ ആ സാക്ഷ്യം വന്നിട്ടില്ല. വീണ്ടും വീണ്ടും ഈശോ അത് പറയുന്നുണ്ട്. ഉണ്ട്, സംഭവിച്ചിട്ടുണ്ട്. യെസ്, ഇതുവരെ ആ സാക്ഷ്യം വന്നിട്ടില്ല. ഈശോ അത് വീണ്ടും പറയുന്നുണ്ട്. ഞാനിങ്ങനെ ആവർത്തിക്കുന്നു. അല്ലെങ്കിൽ 1-2 പറഞ്ഞ് നിർത്തേണ്ടതാണ്. ഈശോ നമുക്ക് അങ്ങനെ കാലിൽ വ്രണമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിന്ന് കാലിൽ വ്രണമുള്ളവരുണ്ടെങ്കിൽ അവരൊന്ന് എഴുന്നേറ്റ് കാലിൽ പഴുപ്പോ വ്രണമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിന്ന് ആരെങ്കിലും കരമുയർത്തുന്നുണ്ടോ? എനിക്ക് ഇവിടുന്ന് ആരെ കാണാൻ പറ്റില്ല. ലൈറ്റ് ഇങ്ങനെ എൻ്റെ നേരെ വരുന്നുണ്ട്. എനിക്ക് നിങ്ങളെ കാണാൻ പറ്റില്ല. ഈ ലൈറ്റ് എനിക്ക് ഇവിടുന്ന് ലൈറ്റ് ഉണ്ട്, അതെടുത്ത് ജനങ്ങളെ നേരെ തിരിച്ചു വെച്ചാൽ എനിക്ക് സന്തോഷമാണ്. ദയവിൽ തന്നെ ഉപദ്രവിക്കരുത്. കാണാം. ഇപ്പൊ എനിക്കെല്ലാം നിങ്ങളുടെ മുഖം കാണാം. ഈ ലൈറ്റ് ആവശ്യമുള്ളതാണോ?
ശരി, ഞാൻ ഒറ്റയ്ക്ക് സഹിച്ചോട്ടെ എന്നില്ല. അവര് പറയുന്നത് അതങ്ങനെ ഇരുന്നോട്ട് ഉണ്ടെന്ന് വിചാരിച്ചാൽ അവിടെ ലൈറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഹല്ലേലൂയ. ഇപ്പൊ എനിക്ക് നിങ്ങളെ കാണുമ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നുന്നത്. കാര്യം എന്നറിയോ, നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഉണങ്ങിയ തേങ്ങ ഇരിക്കുന്നവരുടെ തല കണ്ടിട്ട് അങ്ങനെയുള്ള ആളുടെ മുഖവും തിരിച്ചറിയാൻ പറ്റുന്നില്ല. എങ്കിലും എനിക്കൊരു സന്തോഷമൊക്കെ ഉണ്ട്. മറ്റത് ഈ ലൈറ്റ് കാരണം എനിക്ക് ഒന്നും കാണാൻ പറ്റില്ല. ആരെങ്കിലും ആ കാലിൽ വ്രണമുള്ളവരൊന്ന് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കണം. ഞങ്ങളെല്ലാം കൂടെ പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിന്ന് ആരെങ്കിലും എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്, കൈയടിച്ച് ഉണ്ട്. അപ്പൊ ഇനി എല്ലാവരും കരമുയർത്തിന് 3 ഹല്ലേലൂയ പറഞ്ഞ് അവരുടെ ആ രോഗം മാറട്ടെ. ഹല്ലേലൂയ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഒന്ന് കൈയടിച്ച് യേശുവിന് നന്ദി പറഞ്ഞ്. ഇന്നലെ ഞാനൊരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുള്ള കാലിന് വേദനയുള്ള ജീപ്പിൽ കൊണ്ടുവന്നൊരു അയാളുടെ കാലിനെ കർത്താവ് തൊടുന്നുണ്ടായിരുന്നു. നമ്മുടെ കുർബാനയുടെ മുമ്പുള്ള പ്രാർത്ഥന സന്ദേശം കിട്ടി. ആ കാലിന്റെ വേദനയുള്ള ആളെ കർത്താവ് തൊടുന്നുണ്ടായിരുന്നു. ഇനി കാലിലെ വ്രണം കരിഞ്ഞു എന്ന് ബോധ്യപ്പെട്ടാൽ, ഞാൻ വിളിച്ചില്ലെങ്കിലും സ്റ്റേജിൻ്റെ അടുത്തേക്ക് വരണം കേട്ടോ. കാലിലെ വ്രണം കരിഞ്ഞു എന്ന് ബോധ്യപ്പെട്ടാൽ, ഉണങ്ങി വേദനയില്ല എന്ന അവസ്ഥ കിട്ടിയെങ്കിൽ സഹോദരിയാണോ? ആണോ? ഒരാളുണ്ട്, ഇങ്ങോട്ട് കയറും. സ്റ്റേജിലേക്ക് കയറുമോ? ഉരുണ്ട് വീഴുമോ? ഈ നിൽക്കുന്ന മേരി എന്ന സഹോദരി 2.5 വർഷമായിട്ട് ഇടത് കാലിന്റെ കണ്ണയുടെ ഭാഗത്ത് വെരിക്കോസ് വെയിൻ മൂലം ഒരു 2-3-4 ഇഞ്ച് വട്ടത്തിൽ പഴുത്ത് കഠിനമായ വേദനയായിട്ട് വന്നതാണ്. ഇനി മേരി പറഞ്ഞേ, ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ. അച്ഛൻ പറഞ്ഞപ്പോൾ ഇന്നലെയും പറഞ്ഞപ്പോൾ എൻ്റെ കാലിന് നല്ലൊരു വിങ്ങലും വേദനയായിരുന്നു. ഇതെല്ലാം ഈ സമൂഹത്തിൽ ഏതെങ്കിലും മക്കളുണ്ടായിരുന്നു പറഞ്ഞാൽ അവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇത്രയും സമയം അച്ഛൻ പറഞ്ഞിട്ടും ആരെയും കണ്ടില്ല. അത് എന്നെ തന്നെയാണ് ഈശോ സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അച്ഛൻ പറഞ്ഞ സമയത്ത് നല്ല വേദനയായിരുന്നു അനുഭവിക്കുന്നത്. ഞാൻ കാല് തിരുമ്മിക്കൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ കാലിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയൊരു ശക്തി ഇങ്ങോട്ട് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ അടിപൊളിയാണ്. അപ്പം ഞാൻ തന്നെയാണെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് ഏറ്റിങ്ങ പോരുവാ ചെയ്തേ. ഇപ്പൊ എങ്ങനെയുണ്ട്? മൈക്കിലൂടെ പറയാം. ഇപ്പം വേദനയില്ല. അവിടുത്തെ പഴുപ്പ് മാറി സൗഖ്യം കിട്ടി. ഒട്ടും പഴുപ്പ് വരുന്നില്ല, വേദനയില്ല. ഇതാണ് ആ സൗഖ്യം. 2 വർഷം പഴുപ്പുള്ള രോഗം പഴുപ്പ് മാറ്റി. ഒരു നല്ല കൈയ്യടിച്ചു. ഹല്ലേലൂയ. വേറെ ആരെങ്കിലും മേരി ആരെങ്കിലും വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റേജിന്റെ അടുത്തേക്ക് വരാം. ഇങ്ങോട്ട് വരാവുന്ന ആളാണെങ്കിൽ ഷാജി അച്ഛൻ ഇങ്ങോട്ട് വരാവുന്ന ആളാണോ? പുറകിലല്ലേ? പുറകിലാണെങ്കിലും ഞാൻ ചാലക്കുടിയിൽ ഇവിടെ വരെ വരാമെങ്കിൽ പിന്നെ അവിടെ ഇവിടെ വരെ വരാം. എന്ത് പറയുന്ന അച്ഛൻ? കഷ്ടം നോക്കണേ. ചാലക്കുടിയിൽ ഞാൻ ഇവിടെ വരെ വരാം. സ്വർഗത്തിന്റെ ദൈവപുത്രനും ഭൂമി വരെ വരാം. എന്നിട്ട് പുറകിലിരിക്കുന്ന അറിയാമെങ്കിൽ ഇവിടെ വരെ വരാൻ പറ്റിയെന്ന് ഷാജി അച്ഛൻ പറഞ്ഞത്. അതെന്ത് കളിയാ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പാവം ഷാജി അച്ഛനല്ലേ പോട്ടെ ഇല്ലേ? നമുക്ക് ക്ഷമിക്കാം. അച്ഛനോട് ഒരു പ്രാർത്ഥിച്ചാൽ ഒരു നിമിഷം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കാലിന്റെ വ്രണം ഉണങ്ങിയ ആള് പശുവിനെ കൊണ്ട് പോരും കേട്ടോ. സ്റ്റേജിലേക്ക് പോരും. എപ്പോ വേണേലും കയറി വരാം. ഹല്ലേലൂയ. ഓക്കെ. അപ്പൊ നമ്മൾ വ്യക്തിപരമായ പാപങ്ങൾ നമ്മൾ അനുദപിക്കണം, കുമ്പസാരിക്കണം, ഏറ്റുപറയണം, പാപത്തെ വെറുത്തുപേക്ഷിക്കണം. അതിനുശേഷം പിന്നെ പരിശുദ്ധ കുർബാന, കുടുംബ പ്രാർത്ഥന, വചനം, അതുപോലെ വർഷത്തിൽ 1-2 ധ്യാനം ഏതെങ്കിലും ധ്യാന കേന്ദ്രത്തിൽ കൊടുക്കാം. നിങ്ങളെല്ലാവരും ഞാൻ മുരുമൂർ ധ്യാന കേന്ദ്രത്തെ കുറിച്ച് 2 വാക്ക് പറഞ്ഞൊരു കാര്യം അറിയിക്കുന്നു. ഞാൻ അവിടെ കണ്ടക്ട് ചെയ്യുന്നത് പ്രധാനമായിട്ട് കുടുംബ വൃക്ഷ വിശുദ്ധീകരണ ധ്യാനമാണ്. ഇവിടെ ഇത് ചെറിയൊരു ഇതേ ഉണ്ടാവുള്ളൂ. കൂടുതൽ വിശദമായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ അവിടെയാണ്. ഞായറാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ. ഇനിയുള്ള കുടുംബ വൃക്ഷ വിശുദ്ധീകരണ ധ്യാനങ്ങൾ ഏപ്രിൽ മെയ് മാസങ്ങളാണ്. ഞാൻ ഇവിടുന്ന് ചെന്ന് 15-ാം തീയതി അവിടെ ചെന്ന് 16-ാം തീയതി ഓസ്ട്രേലിയക്ക് പോയാൽ പിന്നെ 35 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുള്ളൂ. ഓസ്ട്രേലിയയിൽ 10 സ്ഥലങ്ങളിൽ ധ്യാനമുണ്ട്, ഇടവക ധ്യാനങ്ങൾ. അത് പല സ്ഥലങ്ങളായി സീറോ മലബാർ രൂപതയിലുള്ള സ്ഥലങ്ങൾ. ഓസ്ട്രേലിയയിൽ മെൽബണിലും നിങ്ങളുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ അറിയിക്കാനാണ്. മെൽബൺ, സിഡ്നി, അഡലൈഡ്, ബ്രിസ്ബെയിൻ, ന്യൂകാസിൽ, ഷെപ്പർട്ടൺ എന്നീ സ്ഥലങ്ങളാണ് ഈ ധ്യാനമുള്ളത്. ഓക്കെ. അപ്പൊ ഏപ്രിൽ മെയ്
മാസത്തിൽ 2 ആഴ്ച ഞാൻ കൺവെൻഷന് പോകും. ഏപ്രിൽ 13 മുതൽ ആഴ്ചയിലും പോകും, മെയ് 4 മുതൽ ആഴ്ചയിലും, ബാക്കി എല്ലാ ആഴ്ചയിലും ഞാൻ അവിടെയുണ്ട്. കുടുംബ വൃക്ഷം വിശുദ്ധീകരണ ധ്യാനമാണ്. വൈദികർക്ക് സവിശേഷമുള്ള ധ്യാനം മാർച്ച് 28 മുതലോ ഈസ്റ്റർ കഴിഞ്ഞ ദിവസം മുതലുള്ള വൈദികർക്ക് സവിശേഷമുള്ള ധ്യാനമുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ ധ്യാനത്തിന് വരുന്നത് നല്ലതായിരിക്കും. അപ്പൊ നിങ്ങൾ വർഷത്തിൽ 1-2 ധ്യാനം എവിടെയെങ്കിലും കൂടുക. ഇന്ന സ്ഥലത്തൊന്നും ഞാൻ പറയില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിങ്ങളുടെ പ്രേരണ എവിടെ കിട്ടുന്നു അതാണ് നിങ്ങളുടെ അക്കൗണ്ടുള്ള പിടി. എവിടെ പ്രേരണ കിട്ടുന്നത്? അട്ടപ്പാടിയാണോ, ഇവിടെ നെയ്യച്ചിന്റെ ധ്യാന കേന്ദ്രമാണോ, ആശാരി പ്രൊവിൻഷ്യൽ ധ്യാന കേന്ദ്രമാണോ, പട്ടാരം ധ്യാന കേന്ദ്രമാണോ, അല്ലെങ്കിൽ കൊളത്തോൽ ധ്യാന കേന്ദ്രമാണോ, ജെറൂസലം ധ്യാന കേന്ദ്രമാണോ, മുരിങ്ങൂരാണോ, കോട്ടയാണോ, എവിടെയാ നിങ്ങളുടെ ഉള്ളിൽ പ്രേരണ കിട്ടുന്നുണ്ടോ? അത് ദൈവത്തിന്റെ പിടിയുടെ അടയാളം വരും. അങ്ങോട്ട് പോവുക. അപ്പോൾ നിങ്ങൾ ധ്യാനം കൂടണം. ഇനി പറയാൻ പോകുന്ന കാര്യം, നമ്മുടെ പാപമൊക്കെ കുമ്പസാരത്തിൽ ഏറ്റു പറഞ്ഞിട്ട് ചിലർക്ക് ഇത് ക്ഷമിക്കപ്പെട്ടോ എല്ലാം പോയോ എന്ന് സംശയമുണ്ട്. കഴിഞ്ഞ കാല പാപങ്ങളിനെ ആരും തല ചൊന്നും നടക്കരുത്. ഏശയ്യ 43:18-19 കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാ ഞാൻ പുതിയ കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നീ അറിയുന്നില്ലേ? വ്യജനദേശത്ത് പാതകളും മരുഭൂമി ജലാശയങ്ങളും ഞാൻ ഉണ്ടാക്കി. ഏശയ്യ 44:22 കാർമേഘം പോലെ നിന്റെ തിന്മകളെയും മൂടൽ മഞ്ഞ പോലെ നിന്റെ പാപങ്ങൾ നീ തുടച്ചു നീക്കി ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഏശയ്യ 44:22. ഏശയ്യ 38:17 എന്റെ കഠിന വേദന എന്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു. അവിടുന്ന് എന്റെ പാപങ്ങൾ തന്റെ പിന്നിൽ എറിഞ്ഞു കളഞ്ഞതുകൊണ്ട് നാശത്തിന്റെ കുഴിയിൽ നിന്ന് അവിടെ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു. എന്റെ പാപങ്ങൾ അവിടുന്ന് പിന്നിൽ എറിഞ്ഞു കളഞ്ഞെന്ന് പറയുമ്പോൾ യേശുവിന്റെ പിന്നിൽ യേശുവിനെ പരാജയപ്പെടുത്തപ്പെട്ട സാത്താനുണ്ട് കേട്ടോ. അവൻ ആ പാപവും മറിക്കപ്പെട്ട് വീണ്ടും വരും. ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് ചോദിച്ചാൽ അവന് വരും. വരുമ്പോ എന്താ ചെയ്യേണ്ടത്? നീ പോടാ പിശാച, ഈശോ ക്ഷമിച്ചാന്ന് പറഞ്ഞ് അവരോട് മിണ്ടാൻ പോകരുത്. ഒറ്റ കാര്യം ചെയ്യുക. റോമ 10:13 കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുക, അപ്പൊ രക്ഷയുണ്ടാവും. അപ്പൊ നിങ്ങള് അങ്ങനെ വീണ്ടും ആ കഴിഞ്ഞ കാല പാപങ്ങൾ ഓർമ്മ വരുമ്പോൾ ഭയപ്പെടരുത്, പ്രകോപിതരാകരുത്, പ്രലോഭിതരാകരുത്. നിങ്ങൾ യേശുവിനെ വിളിക്കുക, യേശുവിനെ വിളിക്കുക, യേശുവിനെ വിളിക്കുക. അത്രമാത്രം ചെയ്താൽ മതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഏശയ്യ 38:17 പറഞ്ഞത് എന്റെ പിന്നിൽ അവിടെ നീ പാപം ഉറഞ്ഞു കളഞ്ഞെന്നാണ്. മാത്രമല്ല ജോബ് 14:17 പറഞ്ഞിരിക്കുന്നത് എന്റെ അകൃത്യങ്ങളെ അവിടുന്ന് സഞ്ചിയിലാക്കി മുദ്ര വെക്കും. എന്റെ അകൃത്യങ്ങളെ അവിടുന്ന് മറയ്ക്കും. ഈ സഞ്ചിയിലാക്കി മുദ്ര വെച്ചിട്ട് എന്ത് ചെയ്യും? അവിടുന്ന് മിക്ക 7:19 ആഴിയുടെ അഗാധങ്ങൾ കൊണ്ടുപോയി നിക്ഷേപിക്കും. സങ്കീർത്തനം 103:12 കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള അകലത്തിൽ എന്റെ പാപങ്ങളെ അവിടെ നിന്ന് അകറ്റി നിർത്തും. അതുകൊണ്ട് ഇന്ന് കുമ്പസാരിച്ചവരും ഇനി നാളെ കുമ്പസാരിക്കുന്നവരും ഈ ദിവസങ്ങൾ കുമ്പസാരിച്ച പാപവിമോചിതരാകുന്നവരും ആ കഴിഞ്ഞ കാല പാപങ്ങളോർത്ത് ഭാരപ്പെടരുത്. പാപം ക്ഷമിച്ച കർത്താവിന് നന്ദി സ്തുതി പറഞ്ഞ് പ്രാർത്ഥിച്ചിരിക്കുക. ഇതിന്റെ 2ാം ഭാഗം, നമ്മുടെ പാപങ്ങൾ ഏറ്റു പറഞ്ഞ് നമ്മൾ പശ്ചാത്തലത്തിൽ കുമ്പസാരിച്ചു കഴിഞ്ഞാലും ഒരു കാര്യം കിടപ്പുണ്ട് കേട്ടോ. അത് മറ്റൊന്നുമല്ല, നമ്മുടെ പാപം മൂലം നമ്മുടെ കുടുംബത്തിലോ സമൂഹത്തിലോ തിരുസഭയിലോ മാനവരാശിയിലോ ക്രമഭംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്, തകർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. അതിന് എൻ്റെ ആത്മാർത്ഥതയുള്ള ആത്മീയ ജീവിതം വഴി ഞാൻ പുനഃസ്ഥാപിച്ചു കൊടുക്കണം. അതെനിക്ക് ഉത്തരവാദിത്വമുണ്ട്. ബാറൂക്ക് 4:28 പറയും, കർത്താവിൽ അകലാൻ കാണിച്ചതിന്റെ 10 ഇരട്ടി തീക്ഷ്ണതയോടെ അവിടുത്തെ തേടണം. അകലാൻ കാണിച്ചതിന്റെ 10 ഇരട്ടി തീക്ഷ്ണത ഇനി വേണം. എങ്കിലും നമുക്ക് ഇത് പുനഃസ്ഥാപിച്ചെടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മളിപ്പോ ഒരാളുടെ സൽപ്പേര് നശിപ്പിച്ചോ, സൽപ്പേര് പുനഃസ്ഥാപിച്ചു കൊടുക്കണം. ഒരാളെ കണ്ണുരോഗം ബാധിച്ച മുരുകോട് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വന്നു. കാഴ്ച മങ്ങുന്നതല്ല, കണ്ണിനകത്ത് പഴുപ്പ് വന്നിട്ട് ദുർഗന്ധമുള്ള ഇത് കാഴ്ച മങ്ങി ഭാര്യ പിടിച്ചോണ്ട് വന്നിരിക്കുന്നത്, കണ്ണിനിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്, ദുർഗന്ധമുള്ള പഴുപ്പ്. എവിടെ നിന്ന് ഇങ്ങനെയൊക്കെ വരുന്ന അറിയാൻ പാടില്ല. ശരിക്കും നോക്കിയാൽ അല്പമൊക്കെ കാണാം, ഒരു 50% കാഴ്ച, ചിലപ്പോൾ അത് 30 പറയും. രാത്രി ഒന്നും കാണില്ല. ഇയാൾക്ക് വേദന മൂലം ഉറങ്ങിയിട്ടില്ല. കഴിഞ്ഞ 9 മാസമാണ് ഉറങ്ങിയിട്ടില്ല. ഈ രോഗം തുടങ്ങിയിട്ട് 3 വർഷമായി. പ്രിയപ്പെട്ടവര്, ഇയാളെ ധ്യാനിക്കാൻ അവിടെ വന്നു. അപ്പൊ ഇയാള് കൗൺസിലിംഗ് ടോക്ക് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ പറഞ്ഞൊരു കാര്യം ഇയാളുടെ ചെവിയിൽ മുഴങ്ങാൻ തുടങ്ങി. ഇയാൾക്ക് ഓർമ്മ വന്നു. ഇയാള് കേരളത്തിലെ ഒരു വിദ്യാർത്ഥി യൂണിയൻ നേതാവായിരുന്നു. ഒരു വിദ്യാർത്ഥി സമരമാണോ ഹർത്താൽ, അത് ബന്ദ് നടക്കുന്ന ദിവസം രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ പ്രഖ്യാപിക്കുന്ന
ബന്ധം വിജയിപ്പിക്കേണ്ടത് പാർട്ടി അണികളാണ്. എല്ലാ പാർട്ടികളുടെ സ്വഭാവം തന്നെയാണ്, ഒന്നിനും വ്യത്യാസമില്ല, എല്ലാം ഒരുപോലെയാണ്. എന്നിട്ട് രാഷ്ട്രീയ നേതാക്കൾ പറഞ്ഞതനുസരിച്ച് വാഹനം പോകാതിരിക്കാൻ വേണ്ടി റോഡിൽ ബ്ലോക്ക് ഉണ്ടാക്കി മരം മുറിച്ചിട്ടു, വലിയ കല്ല് ഉരുട്ടിയിട്ടു. എന്നിട്ട് ഇവര് വലിയ ചാക്കിൽ ഈ 2 ഇഞ്ച് വലുപ്പമുള്ള മെറ്റല് അവിടെ കൊണ്ട് സൂക്ഷിച്ചിരുന്നു. ആരെങ്കിലും വണ്ടി മരം മാറ്റിയാൽ എറിയാൻ വേണ്ടി. ഒരു ഓട്ടോറിക്ഷയിൽ ഗർഭിണിയായ ഭാര്യയെ കൂട്ടിക്കൊണ്ട് ഒരു ഡ്രൈവറും ആ ഭാര്യയുടെ ഭർത്താവും ഈ ഗർഭിണിയായ സ്ത്രീയും അയൽവക്കത്തൊരു സ്ത്രീയും കൂടി ഓട്ടോറിക്ഷ വരുന്ന വഴിക്ക് ഈ സ്ത്രീ കിടന്ന് കരയുന്നുണ്ട്. ഈ ചെറുപ്പക്കാരൻ പയ്യൻ ഈ മരം ഇവര് മാറ്റാൻ ഒരുങ്ങിയപ്പോഴേക്ക് ഈ കല്ല് പെറുക്കി എറിഞ്ഞു. ആ ഭർത്താവിന്റെ കണ്ണിൽ കൊണ്ട് ആ കണ്ണ് പൊട്ടി തകർന്ന് രക്തം ഒഴുകി. ഈ രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന ഈ മനുഷ്യനെ പോയി ചവിട്ടി ഓട്ടോറിക്ഷ മറിച്ചിട്ടു. ഞാൻ ചോദിക്കുകയാണ്, ഈ രാഷ്ട്രീയത്തിന്റെ പേരും പറഞ്ഞ് അന്ധത ബാധിച്ച കുറെ പേ പിടിച്ച മനുഷ്യര് ഇതൊക്കെ ചെയ്യുമ്പോ ഇവരെന്താ കരുതിയിരിക്കുന്നത്? നിന്റെ പാപം നിന്നെ വേട്ടയാടുമെന്ന് കരുതി മറന്നു പോവുകയാണോ? മതത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെ പേരില്, സ്വത്തിന്റെ പേരില് അന്യന്റെ ജീവനെടുത്താൽ, അവന്റെ സൽപ്പേര് നശിപ്പിച്ചാൽ, അവന്റെ വസ്തു നഷ്ടപ്പെടുത്തിയാൽ ദൈവം നിന്നോട് കണക്ക് ചോദിക്കേണ്ട. നീ ചെയ്ത പാപം തന്നെ നിന്നെ വേട്ടയാടും. ദൈവമല്ല കണക്ക് ചോദിക്കുക, നീ കണക്ക് കൊടുക്കേണ്ടി വരും, അതിന് സംശയമൊന്നുമില്ല. ആ പാപം നിന്നെ വേട്ടയാടും. നമ്മൾ നേടുന്നതൊക്കെ തമ്പുരാൻ തന്നാണോ നോക്കണം. ഞാനിവിടെ ഒരു പാട്ട് മെനിഞ്ഞാത്തെ കുർബാനയിൽ ഈ ബ്രദർ പാടി, നിങ്ങൾ ഇന്നലെയാണോ? അതെ. ഞാൻ തേടിയതെല്ലാം നേടേണ്ടതല്ലെന്നും, ഞാൻ നേടിയതെല്ലാം സ്വർഗീയമല്ലെന്നും, ഞാൻ ഓടിയതെല്ലാം വഴി നോക്കിയല്ലെന്നും, ഞാൻ കൈവിട്ടതെല്ലാം ഗുരു തന്നതാണെന്നും അറിയുന്ന ഞാൻ ഈ നിമിഷം, അഭിഷേകം ഒഴുകുന്ന നിമിഷം. അത് MP3 ഞാൻ എന്റെ ഇറക്കിയ എല്ലാ പാട്ടുകളും കൂടി MP3 ഇവിടെ കിട്ടും. അതിൽ ഉള്ളൊരു പാട്ടാണ്. ഞാൻ തേടിയതെല്ലാം നേടേണ്ടതല്ലെന്നും, നേടിയതെല്ലാം സ്വർഗീയമല്ലെന്നും, ഞാൻ ഓടിയതെല്ലാം വഴി നോക്കിയല്ലെന്നും, ഞാൻ കൈവിട്ടതെല്ലാം ഗുരു തന്നതാണെന്നും അറിയുന്നു ഞാൻ ഈ നിമിഷം എന്ന് പറഞ്ഞാൽ ഈ തിരിച്ചറിവുണ്ടാകണം. ഇത്രയും കാലം ഓടിയ ഓട്ടത്തിൽ എവിടെയൊക്കെ ആരെയൊക്കെ തട്ടി മറിച്ചിട്ട് കൊന്നത്, ആരുടെയൊക്കെ കണ്ണീര് വീണത്, അതിനും കൂടെ ഒരു പരിഹാരം ചെയ്യേണ്ട കടമ നമുക്ക് കിടപ്പുണ്ട്. ഇവൻ അന്ന് കണ്ണെറിഞ്ഞ് പൊട്ടിച്ച മനുഷ്യന്റെ കണ്ണു പോയില്ലേ? ആ ഗർഭിണിയായ സ്ത്രീ ആ റോട്ടിൽ കിടന്ന് കൊച്ചിനെ പ്രസവിച്ച കൊച്ചു മരിച്ചുപോയി. പോലീസുകാർ വന്ന ആ സ്ത്രീ ആശുപത്രിയിലേക്ക്, അവിടെ രക്ഷപ്പെട്ട കൊച്ചു മരിച്ചുപോയി. ഇവൻ ഓട്ടോറിക്ഷ മറിച്ചിട്ടു. ഓട്ടോറിക്ഷയുടെ ഉടമസ്ഥൻ അവിടെ നിന്ന് ഇവനെ ശപിച്ചെന്ന് ഇവൻ തന്നെ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, രക്തത്തിളപ്പിന്റെ പ്രായത്തിൽ ഓരോ കോപ്രായം കാണിച്ചിട്ട് പാപം നിന്നെ വേട്ടയാടുന്നതാണെന്ന് നീ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഇന്ന് വേട്ടയാടിക്കൊണ്ടിരിക്കുക പലരെയും. ഈ ദുരന്തം ഒരു സംശയം വേണ്ട. അന്യൻ ഉപദ്രവം ചെയ്യുന്ന ഒരു കാര്യവും സാമൂഹ്യ സേവനമല്ല. അധികാരം കിട്ടാൻ വേണ്ടി നേതൃത്വം പറയുന്ന ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഈ കഠാരയായിട്ട്, തോക്കായിട്ടും ബോംബായിട്ട് ഇറങ്ങുമ്പോഴും ഒന്ന് ആലോചിച്ച് നോക്കണം. നിന്റെ തമ്പുരാൻ നിനക്ക് തന്ന വിളി ഇതാണോ? തമ്പുരാൻ നിനക്കുന്ന നിയോഗം ഇതാണോ? പ്രിയപ്പെട്ടവരെ, 1 കൊരിന്തോസ് 7:17 എന്നൊരു വചനമുണ്ട്. ഓരോരുത്തരും അവരവരുടെ വിളിയും നിയോഗവും ജീവൻ നയിക്കണം. നിന്റെ ദൈവവിളി, കുടുംബജീവിതം, സന്യാസം, പൗരോഹിത്യം, അവിടുത്തെ ദൈവ നിയോഗം എന്താ? എന്റെ ദൈവ നിയോഗം ഇവിടെ ഇപ്പൊ വചനം പ്രസംഗിക്കുക. എന്റെ ദൈവവിളി പൗരോഹിത്യമാണ്. മലബാറിലെ പേരാവൂരിന്റെ അടുത്ത് ഇടത്തൊട്ടി എന്ന സ്ഥലത്ത് വളർന്നു വന്ന് എന്നെ തമ്പുരാൻ കൊണ്ടുപോയി അങ്കമാലി ഭാഗത്തേക്ക്. പുരോഹിതനാക്കിയത് എന്തിനാ? ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയി സത്യസുവിശേഷം പ്രസംഗിക്കാൻ. അപ്പൊ സുവിശേഷം പ്രസംഗിക്കുക എന്റെ ദൈവവിളിയല്ല, ദൈവവിളി ഉദിച്ചു വന്ന ഒരു ദൈവ നിയോഗമാണ്. അങ്ങനെയാണെങ്കിൽ മതത്തിന്റെ പേരില്, രാഷ്ട്രീയത്തിന്റെ പേരിൽ, അധികാരത്തിന് വേണ്ടി, പണത്തിന് വേണ്ടി, സ്വത്തിന് വേണ്ടി ഓരോരോ പാപം ചെയ്തു കൂട്ടുമ്പോഴും നിന്റെ ദൈവ നിയോഗത്തെ നീ തകർത്ത് കളയല്ല ചെയ്യുന്നത്, തകിടമറിക്കല്ല ചെയ്യുന്നത്. എന്തെല്ലാം ദൈവ ക്രമീകരണങ്ങളെ ലോകത്തെ മനുഷ്യൻ നഷ്ടപ്പെടുത്തിയത്. ഹിരോഷിമയിലും നാഗസാക്കിയിലും സഖ്യകക്ഷികളുടെ ബോംബിട്ടപ്പോ യുദ്ധം തീർന്നു, പക്ഷേ നാശം ആരംഭിച്ചു. യുദ്ധം തീർന്നു, 2ാം ലോക മഹായുദ്ധം അവസാനിച്ചു, എന്നാൽ ലോകനാശം ആരംഭിച്ചു. അപ്പോ ഓർക്കണം, ഓരോ തെറ്റ് ചെയ്തുകൊണ്ട് പുണ്യം ഉണ്ടാക്കാൻ ആർക്കും പറ്റില്ല. പാപം വഴി ഒരിക്കലും പുണ്യം വന്നിട്ടില്ല. അപ്പോ ലോകത്തിന്റെ സംസ്കാരം, ദൈവമില്ലെന്ന് പറയുന്നവരുടെ, അല്ല ദൈവത്തിന്റെ പേരും പറഞ്ഞ് വേഷം കെട്ടുന്നവരുടെ സംസ്കാരം എന്താണെന്നറിയോ? ലോകത്തെ തിന്മ കൊണ്ട് നന്നാക്കാൻ നോക്കുക, പാപം കൊണ്ട് പുണ്യം ഉണ്ടാക്കാൻ നോക്കുക. ഇതിലൊന്നും വീടരുത് മക്കളെ, ഇതിൽ വീടരുത്. കണ്ണൊന്ന് തുറക്കുന്നുണ്ട്, ഉൾക്കണ്ണ് തുറക്കട്ടെ, അന്തരാത്മാവിന്റെ കണ്ണ് തുറക്കട്ടെ, അന്തരാത്മാവിന്റെ ചെവി തുറക്കട്ടെ. എങ്കിലേ മനസ്സാക്ഷി ദൈവസ്വരം കേൾക്കാൻ പറ്റുള്ളൂ. പ്രിയപ്പെട്ടവരെ,
ഇവനാണിപ്പോ കണ്ണ് പുഴുത്ത് അവിടെ വന്ന് നിൽക്കുന്നത്. ഞാൻ ചോദിച്ചു, നീ എന്ത് പറയുന്നു? എനിക്കറിയാച്ച, ഞാൻ ഇന്നലെ അച്ഛന്റെ പ്രസംഗം കേട്ടപ്പോൾ തന്നെ മനസ്സിലാക്കി, ഞാൻ എറിഞ്ഞുടച്ച കണ്ണും തകർത്തെറിഞ്ഞൊരു കുഞ്ഞിന്റെ ജീവിതവും ഒരു ശാപമായി എന്റെ മേൽ കിടപ്പുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു, നിനക്ക് തിരിച്ചറിവ് കിട്ടിയെങ്കിൽ ഇപ്പൊ പറഞ്ഞതല്ല ശരി. നിന്റെ പാപം നിന്നെ വേട്ടയാടുന്നുണ്ടെന്നത് സത്യമാണ്. പക്ഷേ നിന്നെ വേട്ടയാടുന്ന പാപത്തെ നശിപ്പിക്കാൻ വന്ന യേശുവിനെ കുറിച്ച് നീ കേട്ടിട്ടുണ്ടോ? 1 യോഹന്നാൻ 3:8 നീ കേട്ടിട്ടുണ്ടോ വചനം? പിശാചിന്റെ പ്രവർത്തികളെ നശിപ്പിക്കാനുള്ള ദൈവപുത്രൻ പ്രത്യക്ഷനായതെന്ന് കേട്ടിട്ടുണ്ടോ? അവനിങ്ങനെ എന്നെ നോക്കിയിരുന്നു. അവന്റെ ഭാര്യ തലകുമ്പിട്ട് കരഞ്ഞിട്ട് പറഞ്ഞു, എന്റെ ഭർത്താവിന്റെ മഹാപരാധം അയാൾ ഇന്നലെ രാത്രി കിടക്കാൻ നേരത്ത് എന്നോട് പറഞ്ഞു. ഞാനിങ്ങനെ വിദ്യാർത്ഥി യൂണിയൻ നേതാവായിരുന്ന കാലത്ത് അധികാര കസേര കിട്ടാൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടി പറഞ്ഞ അനുസരിച്ച് കല്ലെറിഞ്ഞ് ഒരുവന്റെ കണ്ണുടച്ചു, ഒരു കുഞ്ഞിന്റെ ജീവൻ കളഞ്ഞു, ഒരു സ്ത്രീയുടെ ഗർഭപാത്രം നീക്കം ചെയ്യേണ്ട ശസ്ത്രക്രിയ ചെയ്യേണ്ടി വന്നു. ആ സ്ത്രീക്ക് ഇവന്റെ കുഞ്ഞുണ്ടായിട്ടില്ല. ഇവന്റെ നാട്ടുകാരിയാ. അപ്പോ ഇവന്റെ പാപം ഇവനെ വേട്ടയാടുന്നുണ്ട്. പക്ഷേ ഇവന്റെ പാപം ഇവനെ വേട്ടയാടുന്നത് സാത്താനാണ്. ഈ വേട്ടയാടാൻ വരുന്നത് ആ സാത്താനെ നശിപ്പിക്കാൻ ദൈവത്തിന്റെ പുത്രൻ ഈ ലോകത്തിൽ വന്നെങ്കിൽ അവനിലേക്ക് തിരിയെ. യെശയ്യാ 59:1 മുതലുള്ള വചനങ്ങൾ, രക്ഷിക്കാനാവാത്ത വിധം കർത്താവിന്റെ കരം കുറുകിയതല്ല. നിന്റെ പ്രാർത്ഥന കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം ഭവിച്ചിട്ടില്ല. നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തിൽ തമ്മിൽ അകറ്റിയിരിക്കുന്നു. നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്ന് മറച്ചിരിക്കുന്നു. അതിനാൽ അവിടുന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് കേൾക്കാൻ പറ്റുന്നില്ല. കാരണം നിന്റെ പാപത്തിന്റെ മുമ്പിൽ നിൽക്കുക. ഞാൻ പറഞ്ഞു, കുറ്റബോധം വേണ്ട, നീ യേശുവിലേക്ക് തിരിയ. കർത്താവ് കൈനീട്ടി കാത്തിരിക്കുക. ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നീ ശരിക്കും അനുദപിച്ച് കുമ്പസാരിച്ചിട്ട് ഇതിന് വിപരീതമായൊരു പുണ്യം കൊണ്ട് നിന്റെ അടുത്ത ജീവൻ നയിക്കണം. ചില കാര്യങ്ങൾ നമുക്ക് തിരുത്താനായിട്ട് പ്രശ്നം പറ്റിയല്ല, പക്ഷെ ഈശോയ്ക്ക് പറ്റും. വേറെ വഴിയുടെ അറിയുള്ളൂ. ഇപ്പൊ നിങ്ങൾ ഒരാളുടെ ബലാത്സംഗം ചെയ്തു, അതിന് പരിഹാരമായിട്ട് ആ ബലാത്സംഗം ചെയ്ത് സ്ത്രീയുടെ പുറകെ ഇന്ന് മാപ്പ് ചോദിച്ചോട്ട് പോകേണ്ട കാര്യമില്ല. ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടോ കേരളത്തിൽ. അയാൾ എൻ്റെ അടുത്ത് വന്നിട്ടൊരു കാര്യം പറഞ്ഞതാണ്. ഞാൻ ഈ ചെറുപ്പക്കാരനൊരു പേര് കൊടുക്കുകയാണ്, MMM, 3 M ഉണ്ട്. മലബാർ മണ്ടൻ മത്തായി പേര്. മലബാർ മണ്ടൻ മത്തായി 25 വർഷങ്ങൾക്ക് മുമ്പ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന, കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പം അയൽവക്കത്തൊരു പെണ്ണിനോടൊരു താല്പര്യം, അവളെ കല്യാണം കഴിക്കണം. അതിന് ഇവിടെ വിടക്കാക്കി തനിക്കാക്കാന്നുള്ള തന്ത്രം ഉപയോഗിച്ചു. ബലാത്സംഗം ചെയ്യുക, എന്നിട്ട് പിന്നെ അവളെ കെട്ടുക. അവള് കോളേജിൽ നിന്ന് വരുന്ന വഴിക്ക് വൈകുന്നേരം ഒളിച്ച് ട്യൂഷൻ കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഇവിടെ കയറി പിടിച്ചു. അവള് മിടുക്കിയായിരുന്നു. ചവിട്ടി തൊഴിച്ച് ചെരുപ്പുകളുടെ മുഖത്തടിച്ച് അവള് വസ്ത്രമൊക്കെ വലിച്ചു കയറി ചവിട്ടി തൊഴിച്ച് ഇവന്റെ പിടിവിട്ട് ഓടി വീട്ടിൽ ചെന്നു. വീട്ടുകാരും വിവരമുള്ളവരായതുകൊണ്ട് ആരോടും പറയാൻ പോയില്ല. ഇവരാണെന്ന് പെണ്ണ് പറഞ്ഞെങ്കിലും അവൻ അന്ന് തന്നെ ഓടി രക്ഷപ്പെട്ട് ഓടിച്ചോണ്ട് പോയി. പിന്നെ തിരിച്ചു വന്നു. ഈ പെണ്ണ് ഈ വിവരം ആരോടും പറയാൻ പോയില്ല. വീട്ടുകാരും പറഞ്ഞില്ല. കാരണം അവളുടെ സൽപ്പേര് പോകും. അതുകൊണ്ട് വേണ്ടി അത് കഴിഞ്ഞ് അവള് കല്യാണം കഴിച്ചു പോയി. ഇപ്പൊ 25 വർഷം കഴിഞ്ഞു. ഇവൻ ഒരു ധ്യാനകേന്ദ്രത്തിൽ ചെന്നപ്പോൾ ഒരു കൗൺസിലർ ഇക്കാര്യം ചോദിച്ചു. അപ്പൊ ആ കാര്യമെല്ലാം പറഞ്ഞു. അപ്പൊ ഇനി എന്ത് ചെയ്യണം? നീ ആ പെണ്ണിനോട് പോയി മാപ്പ് പറയണമെന്ന് പറഞ്ഞു. അതാണ് കൗൺസിലർക്ക് ചെവിക്ക് 2 കിഴക്ക് കൊടുക്കേണ്ട പാപം. അങ്ങനെ പറയാൻ പാടില്ല. ആ പെണ്ണിനോട് മാപ്പ് പറയാൻ പോകേണ്ട കാര്യമില്ല. തമ്പുരാന്റെ മുമ്പിൽ മാപ്പ് പറയും, പെണ്ണിനോട് പ്രാർത്ഥന മതിയാണ്. ഇവൻ ഒരു കാവ്യ ജൂബയും കാവ്യ മുണ്ട് കൊടുത്ത് ഒരു കാവ്യ സഞ്ചി തോട് തൂക്കിയിട്ട് ഇവിടെ നിന്ന് നിഷ്പാതകനായി ചെരുപ്പിടാതെ പോവുക. എവിടെയാ പെണ്ണെ കെട്ടിട്ട്? ഇടുക്കിയിലേക്ക് 7 ദിവസം കൊണ്ട് നടന്ന് പോകുന്ന വഴിക്ക് മാഹി പള്ളി കയറി, ജെറുസലേം ധ്യാനകേന്ദ്രത്തിൽ കയറി, പിന്നെ പാലക്കാട് ഒരു പള്ളി പോയി കയറി, മുരിമൂര് കയറി, കോട്ട കയറി, എല്ലാ ധ്യാനകേന്ദ്രങ്ങളും തീർത്ഥാടന കേന്ദ്രം സന്ദർശിച്ച് 7-ാം ദിവസം അങ്ങനെ ഇടുക്കിയിലെത്തി. ആ പെണ്ണിന് ഞാൻ പേരിടുന്നു മുണ്ടക്കൽ മേരി. അങ്ങനെ മലബാർ മണ്ടൻ മത്തായി മുണ്ടക്കൽ മേരിയുടെ വീട്ടിലെത്തി. അപ്പം ഭർത്താവ് അവിടെ ലുങ്കി എടുത്ത് ബനിയനോ തരിച്ചിട്ട് ഒരു പത്രം വായിച്ച് കൊച്ചുതിരിപ്പുണ്ട്. അതിന് ചെന്ന ഉടനെ പരമേശ്വരനായി ഇവൻ ചോദിച്ചു, ഇത് മുണ്ടക്കൽ മേരിയുടെ വീടാണോ? അപ്പൊ അയാൾ തലമുക്കി നോക്കി, എന്താ കാര്യം? ചോദിച്ചതിന് പറഞ്ഞു, മുണ്ടക്കൽ മേരിയുടെ വീടാണോ? അതെ. എന്നാ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. കാര്യമൊക്കെ പറഞ്ഞിട്ട് പരവേശം എടുക്കണ്ടേ, വെള്ളം എടുക്കാൻ പറയും. അപ്പൊ ഉടനെ ഭർത്താവത്തെ വെള്ളം എടുത്തുകൊണ്ട് അവിടെ ഇരുന്നു. എന്നിട്ട് വെള്ളം പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ മുണ്ടക്കൽ മേരിയുടെ വീടിന്റെ അയൽവക്കത്തു നിന്ന് വരുന്നതാണ്.
എന്താ കാര്യം? അതെ, എനിക്ക് അവളോട് മാപ്പ് പറയണം. എന്ത് പറ്റി? 25 വർഷം മുമ്പ് ഞാൻ അവളെ ബലാത്സംഗം ചെയ്തിട്ടുണ്ട്. എനിക്ക് കഥയുടെ അവസാനത്തെ വാക്ക് പറയാം. ഇവനെ ഇടുക്കിയിൽ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടുകാർ ജീപ്പുമായിട്ട് കൂട്ടിക്കൊണ്ട് വരേണ്ടി വന്നു. ഇതുപോലത്തെ പട്ടത്തിലൊന്നും കാണിക്കാൻ പോകണം. നിങ്ങൾ നേരിട്ട് പോയി മാപ്പം പറയേണ്ട, ഒന്നും പറയേണ്ട. ആ മാപ്പെല്ലാം കുമ്പസാരം കൊണ്ട് തീരേണ്ടതാണ്. എന്നാൽ നിന്റെ കുടുംബത്തിലുള്ള ആരെങ്കിലും ആണെങ്കിൽ അത് വെളിപ്പെടുത്തിയ കുഴപ്പമില്ലാത്തതാണ് മാപ്പ് പറഞ്ഞോ, അത് പാപം വേട്ടയാണ്. അതുകൊണ്ടാണ് സൽപ്പേര് പ്രസ്താവിച്ചു കൊടുക്കണം. അങ്ങനെ നമ്മുടെ വ്യക്തിപരമായ പാപങ്ങൾ നമ്മളെ ക്ഷമിക്കുന്നു. അതിന് നമ്മൾ പരിഹാരം ചെയ്തൊക്കെ ചെയ്തു. ഒത്തിരിപ്പ് കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തു. ഉദാഹരണം സ്വത്ത് തട്ടിയെടുത്താണെങ്കിൽ ആ സ്വത്ത് തിരിച്ചു കൊടുക്കണം. ഇപ്പൊ സക്കയൂസിന്റെ പാപം അവനെ വേട്ടയാടാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് അവന് തന്നെ ബോധ്യപ്പെട്ടു. ഈ മരത്തിന്റെ മുകളിൽ നിന്ന് സക്കയൂസിനെ വിളിച്ചിറക്കിയ കർത്താവ് ആദ്യ വചനം കൊടുത്തു, എനിക്ക് നിന്റെ വീട്ടിൽ വസിക്കണം, വേഗം ഇറങ്ങി വാ. അത് കഴിഞ്ഞ് പോകുന്ന വഴിക്കെല്ലാം വചനം പറഞ്ഞു, വിരുന്നിനിടയ്ക്ക് വചനം പറഞ്ഞു. അവസാനം അവൻ എഴുന്നേറ്റെന്ന് പറഞ്ഞ എന്റെ സ്വത്തിന്റെ പകുതി ദരിദ്രർക്ക് കൊടുക്കുന്നു, വഞ്ചിച്ചെടുത്ത് 4 തിരിച്ചു കൊടുക്കുന്നു. ഈശോ പറഞ്ഞു, നിന്റെ കുടുംബം രക്ഷ പ്രാപിച്ചു. ഒരു വ്യക്തി മാനസാന്തരപ്പെട്ട കുടുംബത്തിനും കൂടെ രക്ഷപ്പെട്ടു. അപ്പോ നിങ്ങൾ പലരും പാപകരമായി ഉണ്ടാക്കിയ സമ്പാദ്യത്തിന്റെ മുകളിൽ കയറി ഇരിക്കുകയാണെങ്കിൽ അത് നിങ്ങളെ വേട്ടയാണ്. കള്ള് വെച്ചുണ്ടാക്കിയ പണം, മയക്കുമരുന്ന് വെച്ചുണ്ടാക്കിയ പണം, മദ്യം വെച്ചുണ്ടാക്കിയ പണം, അത് കള്ള് വെച്ചത്. അതുപോലെ പെൺവാണിഭം നടത്തി ഉണ്ടാക്കിയ പണം, മോഷ്ടിച്ചെടുത്ത പണം. പിന്നെ 1 രൂപയെങ്കിലും പാപകരമായ നിന്റെ കുടുംബത്തിൽ കയറിയിട്ടുണ്ടോ? നിന്റെ സമ്പത്തിലുണ്ടോ? സത്യമായിട്ട് ഞാൻ പറയുന്നു, 1 രൂപയിലൂടെ പോലും പിശാചിന് നിന്റെ സമ്പത്തിൽ കയറാം. പിന്നീട് ഇപ്പം നിന്നെ ഇങ്ങനെ പിശാച് പോക്കും, എന്നിട്ട് താഴേക്ക് ഒരിടല്ല. എത്രമാത്രം പൊക്കുന്നു അത്രമാത്രം മാരകമായിരിക്കും വീഴ്ചയുടെ ദുരന്തം. അതൊരിക്കലും മറക്കരുത്. പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം ഓർക്കുകയാണ്. എത്ര ലളിതമായിട്ടാണ് നമ്മള് ക്രിസ്ത്യാനികൾ പോലും ധ്യാനത്തിന് നേതൃത്വം കൊടുക്കാൻ കൺവെൻഷന്റെ ഒക്കെ നേതൃത്വം കൊടുക്കുന്നവർ പോലും ചെയ്യുന്നത്. വർഷങ്ങൾക്ക് മുമ്പേ ഞാനൊരു കൺവെൻഷൻ പോയൊരു സ്ഥലത്ത് കൺവെൻഷന്റെ കൺവീനർ വെടിമെടുക്കാനായിട്ട് ഓടി നിന്ന് കാര്യമൊക്കെ ചെയ്ത ആളാണ്. അത് കഴിഞ്ഞൊരു 5-8 വർഷം കഴിഞ്ഞ് ഞാനൊരിക്കൽ ടൗണിൽ ഒരു തുണിക്കടയിൽ കയറി. ഞാൻ യാത്രയിൽ എനിക്ക് ഡ്രസ്സ് മാറിപ്പോയി, അതുകൊണ്ട് എൻ്റെ കയ്യിൽ തുണിയില്ല. അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം തുണി കടയിൽ കയറി. ഞാനിങ്ങനെ ബില്ല് പേ ചെയ്യാൻ നേരത്ത് എൻ്റെ മുമ്പിൽ ഒരു 3-4 പേര് നിൽപ്പുണ്ട്. ഈ കൺവെൻഷന്റെ കൺവീനർ അവിടെ നിൽപ്പുണ്ട്. അപ്പൊ ഞാൻ ഉടനെ ഓർത്തു, ഞാൻ ലോകം തിരിച്ചിട്ടില്ല, ജുബയും പാൻസുമാണ്. ഞാൻ ഓർത്തു ബില്ല് പേ ചെയ്ത് കഴിഞ്ഞിട്ട് സംസാരിച്ചേക്കാം. അപ്പൊ ഇയാള് 80 രൂപയുടെ ഒരു വസ്ത്രം വാങ്ങിയിട്ടുണ്ട്. 80 രൂപയുടെ. കാരണം ആ ബില്ലെടുത്ത് കൊടുത്ത് 80 രൂപ അയാൾ പറയുന്നത് ഞാൻ കേട്ടു, കാഷ്യർ പറയുന്നത്. എന്നിട്ട് ഇവൻ അങ്ങോട്ട് 100 രൂപ കാഷ്യർക്ക് കൊടുത്തു. കാഷ്യർ തെറ്റിദ്ധരിച്ചിട്ട് 420 രൂപ തിരിച്ചു കൊടുത്തു. ഇവൻ ഇങ്ങനെ നോക്കിയിട്ട് കാശ് കീശയിലിട്ടിട്ട് ഇറങ്ങി പോന്ന് കണ്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. ഈ സത്യക്രിസ്ത്യാനി, പച്ചക്രിസ്ത്യാനി, ഇവൻ ഈ കാഷ്യർക്ക് ഒരു തെറ്റ് പറ്റിയപ്പോൾ അതിൽ കിട്ടി 400 രൂപ അധികമായി വന്നത് എന്തേവൻ കീശയിലിട്ടത്? എനിക്ക് തോന്നി ഇവനൊന്ന് പിടിക്കണമല്ലോ, ഇവൻ ഒരു കൺവീനർ ആയിരുന്ന ആളല്ലേ. ഞാൻ ചെന്നപ്പോഴേക്ക് ഇവൻ മുറ്റത്ത് നിന്നോ പോയി. പിന്നെ ഞാൻ തപ്പിത്തപ്പണ അവസാനം ബസ് സ്റ്റാൻഡിൽ വെച്ച് ഞാൻ ഇവനെ കണ്ട ഉടനെ ഞാൻ ചോദിച്ചു, ഇന്ന് കോളടിച്ചല്ലോ, എന്ത് പറ്റി? അപ്പം ഞാൻ ചോദിച്ചു, അല്ല 100 രൂപ കൊടുത്തു 420 തിരിച്ചു കിട്ടിയില്ലേ? അച്ഛൻ കണ്ടായിരുന്നല്ലേ. ഈശോ പെട്ടെന്ന് പ്രശ്നമില്ല. അപ്പോൾ അയാൾ പറയുന്ന അടുത്ത വാചകമാണ്, അത് കർത്താവ് എനിക്കെന്ന് സമ്മാനം വെച്ച ആ കൊള്ളക്കാര് കള്ളന്മാർ വലിയ കൊള്ളലാഭം എടുക്കുക, അതിലൊരു പങ്ക് കർത്താവ് എനിക്ക് തന്നു. അപ്പൊ ഞാൻ അവിടെ ചെവി പറഞ്ഞ വാക്ക് ഇവിടെ പരസ്യമായിട്ട് ഞാൻ പറയണോ? പറയാൻ അച്ഛന്മാർ സമ്മതിച്ചാ പറയട്ടെ. എരുന്നക്കി പട്ടിയുടെ കിരുന്നക്കി പട്ടി കുഴപ്പമില്ലോ. ആ കച്ചവടക്കാരൻ കൊള്ളലാഭം എടുത്ത് ഇവരെന്താ തെളിവിരിക്കുന്നത്? വെറുതെ പറഞ്ഞിട്ടാക്കുക. എന്നോട് ഒരാൾ പറയാ, ആ വീട്ടുകാരെ നോക്കിയിട്ട് പറയാം, പൂത്ത പണം വച്ച പൂത്ത പണം. അപ്പൊ എനിക്ക് ആ വീട്ടുകാരുടെ അവസ്ഥ അറിയാം. അവിടുത്തെ മകന്റെ ഭാര്യ വിദേശത്ത് നേഴ്സാണ്. ഇവൻ അവിടുന്ന് ഇവിടെ വന്നിരിക്കുന്ന അപ്പനെ ശുശ്രൂഷിക്കാൻ ഇവന്റെ അനുജന്റെ കിഡ്നി മാറ്റിവെച്ചതിന് 25 ലക്ഷം രൂപ ചെലവായി. ആ കാശ് ഒരു 10-12 ലക്ഷം രൂപ കടമാണ്. ഇപ്പോൾ അവന്റെ ഭാര്യയുടെ പേരിലുള്ള സ്വർണ്ണമെല്ലാം വിറ്റിട്ടാണ് ഇപ്പൊ ഈ കടം വീട്ടാൻ നോക്കുന്നത്. എന്നിട്ടും ഉണ്ട് 8 ലക്ഷം രൂപ. അത് വീട്ടാനായിട്ട് വകയില്ലാത്തതുകൊണ്ട് വീണ്ടും ഗൾഫിൽ പോകാൻ ഒരുങ്ങുകയാണ് അവൻ. പക്ഷെ അയൽക്കാരൻ എന്നോട് പറയും, ഇവന്റെ ഉള്ള കൊടുത്തിരിക്കുന്ന എനിക്ക് തോന്നി. മറ്റുള്ളവന് എല്ലാം ഉണ്ട്, അങ്ങനെ ഉണ്ട്, ഇങ്ങനെ ഉണ്ടെന്ന്
അവന്റെ സമ്പത്ത് ഒത്തിരി ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവനോട് സ്നേഹം കൊണ്ടല്ല, വെറുതെ അവനെ കുറ്റപ്പെടുത്താൻ കാരണം കണ്ടെത്തി. ഈ കൊള്ളലാഭം എടുക്കുന്ന ഇവൻ എവിടുന്ന് കിട്ടിയ ഐഡിയ? ഈ 400 രൂപ അവൻ അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവൻ ഈ ടൗണിൽ നിന്ന് പിശാചിനെ കുടുംബത്തിലേക്ക് കൊണ്ടുപോവുക. ഇതിനാ ശാപം എന്ന് പറയുന്നത്. അന്യായമായി ഉണ്ടാക്കുന്ന പണത്തിലൂടെ പിശാചി കുടുംബത്തിൽ കയറും. ഒരു ഉദാഹരണം പറയാം. കോട്ടയാശ്രമത്തിൽ നിന്ന് ഞാൻ അമ്മച്ചി വന്നു, മകളുടെ കല്യാണത്തിന്റെ ഒരുക്കുകയാണ്. പണമില്ല, മകളുടെ കല്യാണം ഉറക്കുന്നുണ്ട്, പക്ഷെ കാശില്ല. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു, തലയിൽ വെച്ച് പ്രാർത്ഥിച്ചു, കൊന്തയിൽ കളം പറഞ്ഞു. അമ്മ എങ്ങനെ കൊന്തയിൽ പോവുക? ഒരു 15 മിനിറ്റ് ഞാൻ നടക്കാൻ ഇറങ്ങി ഹൈവേയിലേക്ക് വരുമ്പോൾ എന്റെ മുമ്പിൽ ഒരു 50 മീറ്റർ മുമ്പിൽ ഈ അമ്മ, ഒരു 30 മീറ്റർ മുമ്പിൽ അമ്മ ഇങ്ങനെ നടന്നു പോകുന്നു. പെട്ടെന്ന് അമ്മ ഇങ്ങനെ സഡൻ ബ്രേക്ക് അടിച്ച് നിർത്തി. എന്നിട്ട് ലെഫ്റ്റ് റൈറ്റ് നോക്കിയിട്ട് കുഞ്ഞവിടെ ഇരുന്ന് എന്തോ ഒരു സാധനം എടുത്ത് നോക്കിയിട്ട് മടിയിലേക്ക് വെക്കുന്നത് ഞാൻ കണ്ടു. അടുത്ത് ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്തോ കിട്ടിയില്ലോ അവളോട്? അച്ഛനോട് ഞാൻ പറഞ്ഞില്ലേ മകളെ കെട്ടിക്കാൻ കാശില്ല എന്ന്. അപ്പൊ അച്ഛൻ പറഞ്ഞില്ലേ കൊന്ത എനിക്ക് മാതാവ് തരുമെന്ന്. മാതാവ് ഇട്ട് തന്നതാ. എന്ത്? അപ്പൊ മടിയെന്ന പേഴ്സ് എടുത്ത് കാണിച്ചു. ഒരു കറുത്ത പേഴ്സ് എടുത്ത് 25,000 രൂപയുണ്ട്. ആരുടെയോ കയ്യിൽ നിന്ന് വീണു പോയ പേഴ്സാണ്. ഈ മറിയാമ്മ, ഈ പുണ്യാളത്തിൽ കത്രീന അതെടുത്ത് മടി വെച്ചിട്ട് മാതാവ് തന്നാന്നാ പറയുന്നത്. മാതാവിന്റെ പണി നോക്കണേ. അവരുടെ പോക്കറ്റിലെ പേഴ്സ് എടുത്ത് മറിയാമ്മയുടെ മുമ്പിലിട്ട് കൊടുക്കുക. അത് മാതാവാണ്. 10 പൈസയെങ്കിലും നീ പാപകരമായി ഉണ്ടാക്കിയോ? കള്ളപ്പണം, അതുപോലെ തന്നെ വഞ്ചിച്ചുണ്ടാക്കി അമിത പലിശ കൊടുത്ത് അതിലൂടെ പിശാചി കയറും. ഇങ്ങനെ നമ്മുടെ കുടുംബത്തിൽ ശാപം കിടപ്പുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്താ ഈ ശാപം? പ്രിയപ്പെട്ടവരെ, ഇന്നലെ ഞാൻ പറഞ്ഞു, ഇന്ന് വീണ്ടും പറയാൻ പോകും. സൃഷ്ടാവും രക്ഷകനും പരിപാലകനും സ്നേഹധിതമായ ദൈവത്തെ ഒരുവൻ മാരക പാപം വഴി ഉപേക്ഷിച്ച് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനും വരുന്ന നുണയനും നുണയുടെ പിതാവുമായ സാത്താനെ സ്വീകരിക്കുമ്പോൾ അവനും ദൈവകൃപ ചോർന്നു പോവുകയും പകരം പിശാചിന്റെ സാന്നിധ്യവും സ്വാധീനവും ബന്ധനവും കടന്നു വരികയും ചെയ്യുന്നു. ഇതിനാണ് ശാപം എന്ന് പറയുക. ശാപം ഒരു വലിയ നന്മയുടെ അഭാവമാണ്, ഒരു തിന്മയുടെ സാന്നിധ്യമാണ്. ശാപം ഒരു നന്മയുടെ അഭാവമാണ്, ദൈവകൃപയുടെ, ദൈവ സാന്നിധ്യത്തിന്റെ, ദൈവാനുഗ്രഹത്തിന്റെ അഭാവം. രണ്ടാമത്തേത് തിന്മയുടെ സാന്നിധ്യം, അത് സാത്താന്റെ സാന്നിധ്യമാണ്, അവന്റെ സ്വാധീനമാണ്, അവന്റെ ബന്ധനമാണ്. അപ്പോൾ എല്ലാ പാപങ്ങളും ശാപം ഉണ്ടാക്കുന്നുണ്ട്. രണ്ടാമത്തേത്, ശാപം ഒരിക്കലും ദൈവത്തിൽ നിന്ന് വരുന്നില്ല. ദൈവത്തിൽ ഒരിക്കലും ശാപം വരുന്നില്ല. ദൈവത്തിന് അനുഗ്രഹം മാത്രം വരുന്നു. ശാപം വരുന്നത് പിശാചിൽ നിന്ന്. പിശാചാണ് ശാപത്തിന്റെ ഉറവിടം. ആ വചനത്തിലേക്ക് പോവുക. ഒന്ന് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചാൽ അതിലേക്ക് പോകാം. എഴുന്നേറ്റുള്ളൂ. പിശാചാണ് ശാപത്തിന്റെ ഉറവിടം എന്ന വചനത്തിന്റെ വ്യാഖ്യാനത്തിലേക്ക് വരികയാണ്. എഴുന്നേറ്റ് 2 കരങ്ങളും